Hi students, welcome back to Learnino. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന മെയിൻ ടു ടോപ്പിക്സ് ആണ് സ്റ്റീപ്പസ്റ്റ് ഡിസെന്റ് മെത്തേഡും LPP, ദാറ്റ് ഈസ് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം. ഓക്കെ, അപ്പോൾ ഈ രണ്ട് മെത്തേഡ്സ് ആണ് മെയിൻ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള തിയറി ആൻഡ് പ്രോബ്ലംസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ ലെറ്റ് us start. ഫസ്റ്റ് ഓഫ് ഓൾ, സ്റ്റീപ്പസ്റ്റ് ഡിസെന്റ് അല്ലെങ്കിൽ അതിന് പറയുന്ന വേറൊരു പേരാണ് ഗ്രേഡിയന്റ് മെത്തേഡ്. ഓക്കെ, ഈ രണ്ട് ടേംസും അറിഞ്ഞിരിക്കുക, ഏത് വേണമെങ്കിൽ ചോദിക്കാം. Steepest descent or gradient method. The idea of this method is to find a minimum of f of x by repeatedly computing minima of a function g of t of a single variable t as follows. But actually, ഈ steepest or gradient descent method എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് it involves a step of iterations. Iterations എന്ന് പറയുന്നത് repetitions ആണ്. ഓക്കെ, ഒരു സെറ്റ് ഓഫ് സ്റ്റെപ്സ് നമ്മൾ റിപ്പീറ്റഡ് ആയി ഫോളോ ചെയ്യും. എന്നിട്ട് ആ ഫംഗ്ഷന്റെ വാല്യൂ ദാറ്റ് ടു ഇവിടെ നമ്മൾ കണ്ടുപിടിക്കുന്നത് മിനിമം വാല്യൂ ആണ്. ഫംഗ്ഷന്റെ ഏറ്റവും മിനിമം വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഐട്രേഷൻസ് എല്ലാം ഫോളോ ചെയ്യുന്നത്. അപ്പോൾ സപ്പോസ് ഒരു ഫംഗ്ഷൻ, അതായത് എഫ് ഓഫ് എക്സിന്റെ ആണ് നമ്മൾ മിനിമം വാല്യൂ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, ഇനി അതെങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യുന്നത്? ഇപ്പോൾ ഇവിടെ ജനറൽ ഡെഫിനിഷൻ ആണ് ആദ്യം പറയാൻ പോകുന്നത്. g of t എന്ന് പറയുന്ന ഫംഗ്ഷന്റെ മിനിമം വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ g of t പറയുമ്പോൾ നമുക്കറിയാം g ഡിപ്പെൻഡ്സ് അപ്പോൺ t അല്ലെ, t is the single variable. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ, സപ്പോസ് ദാറ്റ് f has a minimum at x0. അപ്പോൾ ഫസ്റ്റ് വാല്യൂ നമ്മൾ x0 എന്നുള്ള ഒരു പോയിന്റിലാണ് എടുക്കുക. f ന് മിനിമം വാല്യൂ at x0 ഉണ്ട് കൺസിഡർ ചെയ്യാം. ആൻഡ് വി സ്റ്റാർട്ട് at a point x എന്ന് പറയുന്ന പോയിന്റ് സ്റ്റാർട്ട് ചെയ്യും. Then we look for a minimum of f closest to x along the straight line in the direction of minus del f of x, which is the direction of steepest descent. ഈ ടേമിന്റെ മീനിങ് സ്റ്റീപ്പസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഏറ്റവും മിനിമം അല്ലെ. അപ്പൊ സ്റ്റീപ്പസ്റ്റ് ഡിസെന്റ് നമുക്കറിയാം, എസെന്റും ഡിസെന്റും അല്ലെ. എസെന്റ് എന്ന് പറയുന്നത് ടുവേർഡ്സ് അപ്വേർഡ്സും ഡിസെന്റ് എന്ന് പറയുന്നത് ഡൗൺവേർഡ്സും. അപ്പൊ സ്റ്റീപ്പസ്റ്റ് ഡിസെന്റ് എന്ന് പറയുമ്പോൾ എന്താ? ഡയറക്ഷൻ ഓഫ് മാക്സിമം ഡിക്രീസ് ആണ്. ഡിസെന്റ് ആയതുകൊണ്ട് ഡിക്രീസ് ആണ്. സ്റ്റീപ്പസ്റ്റ് എന്ന് പറയുന്നത് മാക്സിമം. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഈ പറയുന്ന ഡയറക്ഷൻ ഓഫ് മാക്സിമം ഡിക്രീസ് ഓഫ് എഫ് അറ്റ് എക്സ് സംഭവിക്കുന്നത് ഏത് ഡയറക്ഷനിലാണ്? മൈനസ് ഡെൽ എഫ് ഓഫ് എക്സിലാണ്. ക്ലിയർ ആയല്ലോ? സ്റ്റീപ്പസ്റ്റ് ഡിസെന്റ് നടക്കുന്നത് ഏത് ഡയറക്ഷനിലാണ്? മൈനസ് ഡെൽ എഫ് ഓഫ് എക്സ്. നമുക്കറിയാം ഡെൽ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഗ്രേഡിയന്റ് ആണ്. ഇതെല്ലാം നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. എഫ് ഓഫ് എക്സിന്റെ ഗ്രേഡിയന്റിന്റെ നെഗറ്റീവ് ഡയറക്ഷൻ, ഓക്കെ, അതിലാണ് മാക്സിമം ഡിക്രീസ് സംഭവിക്കുന്നത്, ആ ഡയറക്ഷനിൽ. അപ്പൊ നമുക്ക് ഈ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ, അത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ് ഏതാണ്? എക്സ് ആണ്. അപ്പൊ along the direction of minus del f of x ലാണ് നമ്മൾ ഈ പറയുന്ന എഫ് ഓഫ് എക്സിന്റെ മിനിമം വാല്യൂ കണ്ടുപിടിക്കാൻ പോകുന്നത്. ക്ലിയർ ആയല്ലോ? We determine the value t and the corresponding point z of t equal to x minus t into del f of x. ക്ലിയർ ആയല്ലോ? അപ്പോൾ z of t എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ z of t equal to x minus t into del f of x. ഈ മൈനസ് ഇവിടെ വരാൻ കാരണം നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു മൈനസ് del f of x ഡയറക്ഷനിലാണ് മാക്സിമം ഡിക്രീസ് വരുന്നേ പറഞ്ഞു അല്ലെ. അതുകൊണ്ടാണ് മൈനസ് del f of x ഉള്ളത്. പിന്നെ ഇൻറ്റു ടി കൺസിഡർ ചെയ്യണം. സോ z ഓഫ് ടി നമുക്ക് കണ്ടുപിടിക്കണം. എക്സ് മൈനസ് ടി ഇൻറ്റു ഡെൽ എഫ് ഓഫ് എക്സ്. ഈ പറയുന്ന എക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പോയിന്റ് ഇല്ലേ, അതാണ്. അപ്പോൾ നിങ്ങൾക്ക് തിയറി പറയുമ്പോൾ ആദ്യം ഒരു ക്ലാരിഫിക്കേഷൻ കംപ്ലീറ്റ് ആയിട്ട് കിട്ടില്ല. പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് കുറച്ചും കൂടി ക്ലിയർ ആവും. at which the function g of t equal to f of z of t. അപ്പോൾ z of t നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു അല്ലെ. എഫ് ഓഫ് z of t അതാണ് g of t. ഇറ്റ് ഹാസ് എ മിനിമം. അപ്പൊ നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്തത് g of t എന്ന് പറയുന്ന ഫംഗ്ഷന്റെ മിനിമം കണ്ടുപിടിക്കാനാണ് അല്ലെ. അപ്പോൾ എക്സ് എന്ന് പറയുന്ന പോയിന്റിൽ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ മൈനസ് ഡെൽ എഫ് ഓഫ് എക്സ് ഡയറക്ഷൻ ആണ് മാക്സിമം ഡിക്രീസ് അല്ലെങ്കിൽ സ്റ്റീപ്പസ്റ്റ് ഡിസെന്റ് സംഭവിക്കുന്നത് നമ്മൾ പറഞ്ഞു. സോ നമ്മൾ കണ്ടുപിടിക്കുന്നത് എക്സ് മൈനസ് ടി ഇൻറ്റു ഡെൽ എഫ് ഓഫ് എക്സ്. ഇതാണ് z of t. ഇനി g എന്ന് പറയുന്നത് g of t എന്ന് പറയുന്നത് f of z of t ആണ്. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. ഇനി നമുക്ക് പ്രോബ്ലംസ് നോക്കിയാൽ നിങ്ങൾക്ക് ഒരു ക്ലിയർ ഐഡിയ കിട്ടും. Apply steepest descent for f of x equal to 2x1 square plus x2 square minus 4x1 plus 4x2, where x0 equal to 0, the starting point, okay, and 3 steps.
അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ സ്റ്റീപ്പസ്റ്റ് ഡിസെന്റ് എന്ന് പറയുന്നത് നമുക്ക് ഇതുപോലെ പല ആപ്ലിക്കേഷൻസിൽ യൂസ് ചെയ്യാറുണ്ട് ആസ് എൻ ആൽഗോരിതം. അപ്പോൾ ആൽഗോരിതം നമുക്കറിയാം കറക്റ്റ് ആയിട്ട് സെറ്റ് ഓഫ് സ്റ്റെപ്സ് നമ്മൾ ഫോളോ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ സ്റ്റീപ്പസ്റ്റ് ഡിസെന്റിൽ ഇതേപോലെ സെറ്റ് ഓഫ് ഐട്രേഷൻസ് എന്ന് പറഞ്ഞാൽ റിപ്പറ്റീഷൻസ് നമ്മൾ ഫോളോ ചെയ്യണം. എങ്കിൽ മാത്രമേ തന്നിരിക്കുന്ന ഫംഗ്ഷന്റെ ഏറ്റവും മിനിമം വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് തന്നിരിക്കുന്ന ഇൻഫോർമേഷൻ നോക്കാം. ഇനീഷ്യൽ പോയിന്റ് x0 ജസ്റ്റ് 0 ആണ് തന്നിരിക്കുന്നത്. ദാറ്റ് മീൻസ് 0 0. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമുക്ക് രണ്ട് വേരിയബിൾസിനെയാണ് ആക്ച്വലി പഠിക്കാനുള്ളത്. അപ്പോൾ x1 ആൻഡ് x2 എങ്ങനെ വേണമെങ്കിലും തരാട്ടോ. ഒന്നെങ്കിൽ x and y ഫോമിൽ തരാം, അല്ലെങ്കിൽ x1 x2 ഇങ്ങനെയും തരാം. അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ ഏതാണോ വേരിയബിൾസ് തന്നിരിക്കുന്നത് അത് ബേസ് ചെയ്തിട്ട്, അതായത് ജനറൽ ഫോം അറിഞ്ഞിരിക്കുക, ക്വസ്റ്റ്യനിൽ ഏതൊക്കെയാണ് വേരിയബിൾസ് തന്നിരിക്കുന്നത് അതനുസരിച്ച് മോഡിഫൈ ചെയ്യണം. ഓക്കെ, സോ നമുക്ക് തന്നിരിക്കുന്ന ഇനീഷ്യൽ പോയിന്റ് ദാറ്റ് ഇസ് x0 എന്ന് പറയുന്നത് 0 0 ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, x0 is given by 0 0. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് del f of x1 x2 ആണ് അല്ലെ, ഗ്രേഡിയന്റ് കണ്ടുപിടിക്കണം. ശരിയല്ലേ? അപ്പോൾ del f of x1 x2 is given by, അപ്പോൾ x1 x2ന്റെ del f എന്ന് പറയുമ്പോൾ എന്താ, dou f by dou x1 dou f by dou x2. അതായത് f with respect to x1 പാർഷ്യൽ ഡെറിവേറ്റീവ് ആണ്, അത് ആദ്യം ചെയ്യുക, ദെൻ കോമ, അതാണ് ആ കോർഡിനേറ്റ് സെറ്റിലെ ഫസ്റ്റ് പോയിന്റ്, ദെൻ dou f by dou x2 with respect to x2 ചെയ്യാം. സോ പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് f with respect to x1 ഉം with respect to x2 ഉം കാണണം. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന f of x അല്ലെ. അപ്പോൾ dou f by dou x1 എന്ന് പറയുമ്പോൾ x1ന്റെ ടേംസ് മാത്രം കൺസിഡർ ചെയ്യും. കാരണം എന്താ, x2 കോൺസ്റ്റന്റ് ആയതുകൊണ്ട് അതിന്റെ ഡെറിവേറ്റീവ്സ് എല്ലാം 0 ആയി പോകും. സോ കൺസിഡർ ഓൺലി 2x1 സ്ക്വയർ പ്ലസ്, സോറി മൈനസ് ആണ് ഇവിടെ ഉള്ളത്, മൈനസ് 4x1. അപ്പോൾ 2x1 സ്ക്വയർ മൈനസ് 4x1. ഇതിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു x1 എന്താ, ഫസ്റ്റ് ടേമിന്റെ 2 into 2x1 വരും, ദാറ്റ് ഇസ് 4x1. സെക്കൻഡ് ടേം എന്ത് വരും, മൈനസ് 4 into 1, ദാറ്റ് ഇസ് മൈനസ് 4. അപ്പോൾ ഇതാണ് dou f by dou x1 നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതേപോലെ dou f by dou x2 ചെയ്യാം, അതായത് x2 സ്ക്വയർ പ്ലസ് 4x2. ഓക്കെ, അപ്പോൾ അതിന്റെ ഡെറിവേറ്റീവ് എന്ത് വരും, 2x2 പ്ലസ് 4. ക്ലിയർ ആയല്ലോ, 2x2 പ്ലസ് 4. അപ്പോൾ നമുക്ക് del f of x1 x2 കിട്ടി, 4x1 മൈനസ് 4 2x2 പ്ലസ് 4. ഇനി നമ്മൾ ആക്ച്വലി ഐട്രേഷൻസ് സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. അതായത് ഫസ്റ്റ് ഓഫ് ഓൾ സ്റ്റീപ്പസ്റ്റ് ഡിസെന്റ് റൂൾ എന്താണെന്ന് എഴുതി വെക്കാം. ഞാൻ പറഞ്ഞില്ലേ ഓൾറെഡി, ഒരു ആൽഗോരിതം പോലെ തന്നെയാണ്, സെറ്റ് ഓഫ് സ്റ്റെപ്സ് ഫോളോ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ചെയ്തത് ഗ്രേഡിയന്റ് ഓഫ് ദ ഫംഗ്ഷൻ വിത്ത് റെസ്പെക്ട് ടു x1 വിത്ത് റെസ്പെക്ട് ടു x2 കണ്ടുപിടിച്ചു. നെക്സ്റ്റ് സ്റ്റെപ്പാണ് സ്റ്റീപ്പസ്റ്റ് ഡിസെന്റ് റൂൾ, അതായത് xk പ്ലസ് 1 ഈക്വൽ ടു xk മൈനസ് ആൽഫ k ഇൻറ്റു ഡെൽ എഫ് ഓഫ് xk. ഇപ്പോൾ ഓരോ ടെക്സ്റ്റ് ബുക്സിലും ഓരോ നൊട്ടേഷൻസ് ആയിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവുക. നിങ്ങൾ ആ മെത്തേഡ് മനസ്സിലാക്കുക, ഏതാണ് കൺവീനിയൻ്റ് ആയിട്ടുള്ള, അതായത് കോമൺ ആയിട്ട് ഫോളോ ചെയ്യുന്നത് അത് ഫോളോ ചെയ്യുക, എല്ലാം കൂടി കൺഫ്യൂസ്ഡ് ആക്കി പഠിക്കണ്ട. അപ്പോൾ xk പ്ലസ് 1 ഈക്വൽ ടു xk മൈനസ് ആൽഫ k ഇൻറ്റു ഡെൽ എഫ് ഓഫ് xk. ഇതിൽ ആൽഫ k എന്ന് പറയുന്നത് സ്റ്റെപ്പ് സൈസ് ആണ്. അതായത് നമ്മളിപ്പോൾ ഐട്രേഷൻസ് പെർഫോം ചെയ്യുന്നുണ്ടല്ലോ അല്ലെ, എത്ര ഐട്രേഷൻസ് ആണ്, അതാണ് k എന്ന് പറയുന്നത്. നമ്മളോട് ഓൾറെഡി 3 സ്റ്റെപ്സ് ചെയ്യാൻ പറഞ്ഞു, അല്ലെങ്കിൽ 3 ഐട്രേഷൻസ് പെർഫോം ചെയ്യാൻ പറഞ്ഞു. ദാറ്റ് മീൻസ് k is equal to 3. മനസ്സിലായോ? 3 ഐട്രേഷൻസ് പെർഫോം ചെയ്യണം. ഓക്കെ, ഇനി സ്റ്റെപ്പ് സൈസ് എന്ന് പറയുന്നത് ഇതേപോലെ ആൽഫയാണ്. ഈ സ്റ്റെപ്പ് സൈസ് എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും മിനിമം വാല്യൂ ആണ് ചൂസ് ചെയ്യുക. ഓരോ ഐട്രേഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ചൂസ് ചെയ്യുന്ന ആൽഫയുടെ വാല്യൂ വളരെ ലോ വാല്യൂ ആയിട്ടാണ് കൺസിഡർ ചെയ്യാറ്. അപ്പോൾ ഇതുപോലെ 0.1 അങ്ങനെയൊക്കെയാണ് കോമൺ ആയിട്ട് എടുക്കാറ്. അപ്പോൾ ഫസ്റ്റ്, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ്, അതായത് ഫസ്റ്റ് ഗ്രേഡിയന്റ് കണ്ടുപിടിച്ചു, സെക്കൻഡ് റൂൾ എന്താന്ന് പറഞ്ഞു. ഇനി തേർഡ് സ്റ്റെപ്പിലാണ് നമ്മൾ 3 ഐട്രേഷൻസ് പെർഫോം ചെയ്യാൻ പോകുന്നത്. മനസ്സിലായല്ലോ, 3 ഐട്രേഷൻസ്. അപ്പോൾ അതിൽ ഫസ്റ്റ് ഐട്രേഷൻ ആണ്, അതായത് നമ്മുടെ ഇനീഷ്യൽ പോയിന്റ് എന്താ ഉള്ളത്, x0 equal to 0 0. അവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ del f of x0 വെച്ച് സ്റ്റാർട്ട് ചെയ്യണം. That is del f of
x naught എന്ന് പറഞ്ഞാൽ 0 0. This is given by, ഇനി നമുക്ക് del f നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. അപ്പോൾ അതിന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ഈ പറയുന്ന x naught. Okay, അപ്പോൾ del f of x naught എന്ന് പറയുന്നത് del f of 0, 0. That is 4x1 minus 4. അതായത് x1 നും 0 കൊടുക്കണം, x2 നും 0 കൊടുക്കണം. So we get minus 4, 4. അല്ലേ? അപ്പോൾ അതാണ് നമുക്ക് del f of x naught കിട്ടിയത്. ക്ലിയർ ആയല്ലോ? ഇനി ഇപ്പോൾ നമ്മൾ ആദ്യം x naught എന്താണ് സ്റ്റാർട്ടിംഗ് പോയിന്റ്, അതിൽ ഗ്രേഡിയന്റ് എന്താണെന്ന് കണ്ടുപിടിച്ചു. നെക്സ്റ്റ് പോയിന്റ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യാൻ പോകണം. അതായത് x1 എന്ന് പറയുന്ന പോയിന്റ് ആണ് നെക്സ്റ്റ് പോയിന്റ്. x naught കഴിഞ്ഞാൽ x1. അതിനെ അപ്പോൾ തന്നെ അപ്ഡേറ്റ് ചെയ്യാം. ആദ്യം x naught സ്റ്റാർട്ട് ചെയ്തു, del f of x naught കണ്ടുപിടിച്ചു. നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് അപ്ഡേറ്റിംഗ് ദ നെക്സ്റ്റ് പോയിന്റ്, ദാറ്റ് ഇസ് x1. അപ്പോൾ ഇവിടെയാണ് നമ്മൾ റൂൾ അപ്ലൈ ചെയ്യുന്നത്. x1 ഈക്വൽ ടു x naught മൈനസ് ആൽഫ ഇൻറ്റു del f of x naught. ഈ ഒരു റൂൾ ഇല്ലേ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. xk plus 1 equal to xk minus alpha k into del f of xk. ഈ ആൽഫ എന്ന് പറയുന്നത് നമ്മൾ ഏതാണോ ചൂസ് ചെയ്യണേ ആ സെയിം വാല്യൂ തന്നെയാണ് എല്ലാ ഇറ്ററേഷൻസിലും ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ x1 കിട്ടാൻ x naught മൈനസ് ആൽഫ ഇൻറ്റു del f of x naught. അപ്പോൾ ഇവിടെ നമ്മൾ 0 plus 1 എന്ന് പറയുന്നത് x1 ഈക്വൽ ടു x0 മൈനസ് ആൽഫ എല്ലാത്തിനും കോമൺ ആണ് ഇൻറ്റു del f of x naught. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് x1 നമുക്ക് അപ്ഡേറ്റ് ചെയ്യേണ്ടത്. സോ ഞാൻ പറഞ്ഞ പോലെ ആൽഫ എന്ന് പറയുന്നത് 0.1 കോമൺ ആയിട്ട് മിനിമം ചൂസ് ചെയ്യാം. x1 ഈക്വൽ ടു x naught നമുക്കറിയാം 0 0 ആണ്, മൈനസ് 0.1 ഇൻറ്റു del f of x naught നമ്മൾ കണ്ടുപിടിച്ചു മൈനസ് 4, 4. സോ ഇവിടെ 0.1 ഇൻറ്റു ആദ്യം ഇത് അപ്ഡേറ്റ് ചെയ്യാം. അതായത് 0, 0 അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ദെൻ മൈനസ് ഇതേപോലെ മൈനസ് 0.1 ഇൻറ്റു മൈനസ് 4. ഓക്കെ, അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഈ മൈനസ് 0.1 എന്നുള്ളത് ഉള്ളിലേക്ക് എടുക്കാം. ഇവിടെ ഇപ്പം അങ്ങനെയാണ് എഴുതിയിട്ടുള്ളത്. മൈനസ് 0.1 മൊത്തമായിട്ട് ഇതുപോലെ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് ടേംസ് എഴുതി. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ആ മൈനസ് അങ്ങനെ തന്നെ എഴുതാം, എന്നിട്ട് 0.1 മാത്രം മൾട്ടിപ്ലൈ ചെയ്ത് പിന്നെ ലാസ്റ്റ് ഈ 0 മൈനസ് 0.1 ഇൻറ്റു മൈനസ് 4, അതാണ് ഫസ്റ്റ് പോയിന്റ്. നെക്സ്റ്റ് വൺ 0 മൈനസ് 0.1 ഇൻറ്റു പ്ലസ് 4. അങ്ങനെയാണ് നെക്സ്റ്റ് പോയിന്റ്സ് കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഇതിൽ ചെയ്ത പോലെ മൈനസ് 0.1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ. ഇപ്പോൾ ഇവിടെ മൈനസ് 0.1 ഇൻറ്റു മൈനസ് 4 ചെയ്താൽ 0.4 കിട്ടും. മൈനസ് 0.1 ഇൻറ്റു 4 ചെയ്താൽ മൈനസ് 0.4 കിട്ടും. അപ്പോൾ നമുക്ക് ഓൾറെഡി മൈനസ് ഉള്ളിലേക്ക് എടുത്തത് കൊണ്ട് അവിടെ പ്ലസ് വരും അല്ലേ? എന്നിട്ട് പോയിന്റ്സ് ആഡ് ചെയ്യുക. 0 പ്ലസ് 0.4, 0.4. 0 മൈനസ് 0.4, മൈനസ് 0.4. അപ്പോൾ നമുക്ക് x1 കിട്ടി അല്ലേ? നെക്സ്റ്റ് ഇനി സ്റ്റാർട്ടിംഗ് അറ്റ് x1. ക്ലിയർ ആയി? ഇപ്പോൾ സെക്കൻഡ് ഇറ്ററേഷൻ ആണ്. സ്റ്റാർട്ടിംഗ് അറ്റ് x1. x naught കഴിഞ്ഞു. ഇനി x1 0.4, മൈനസ് 0.4 സ്റ്റാർട്ട് ചെയ്യാം. അഗെയിൻ സെയിം സ്റ്റെപ്സ് റിപ്പീറ്റ് ചെയ്യാം. del f of x1. നമുക്കിപ്പോൾ x1 നമ്മൾ അപ്ഡേറ്റ് ചെയ്തു. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ കാണേണ്ടത് del f of x1 ആണ്. ദാറ്റ് ഇസ് del f of ഇപ്പൊ കിട്ടിയ x1 എന്ന് പറഞ്ഞ പോയിന്റ് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക del f ൽ. സോ del f of ഇതേപോലെ x1 ആണ് വരിക. ദാറ്റ് ഇസ് 0.4, മൈനസ് 0.4. അപ്പൊ നമുക്ക് ഓൾറെഡി del f കോമൺ ആയിട്ട് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ? ഇതാണ് del f. ഇതില് ഇനി നെക്സ്റ്റ് നമുക്ക് കാണേണ്ടത് x1 ഉം x2 ഉം നിങ്ങൾ കൺസേൺഡ് ആയിട്ട് മാറ്റിയാൽ മതി. ഇവിടെ ഇപ്പോൾ നമ്മുടെ x1 x2 എന്ന് പറയുന്നത് ഇനി 0.4 മൈനസ് 0.4 ആണ്. അപ്പോൾ x1 0.4 ഉം x2 മൈനസ് 0.4 അത്രയേ ഉള്ളൂ ഡിഫറൻസ്. മനസ്സിലായല്ലോ? അപ്പോൾ 4 ഇൻറ്റു 0.4 മൈനസ് 4, 4 ഇൻറ്റു 0.4 മൈനസ് 4, അതാണ് ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് പോയിന്റ് എന്താ വരിക? 2 ഇൻറ്റു മൈനസ് 0.4 പ്ലസ് 4. ഓക്കെ, 2 ഇൻറ്റു മൈനസ് 0.4 പ്ലസ് 4. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യുക. മൈനസ് 2.4, 3.2. ഇതാണ് നമുക്ക് കിട്ടിയ del f of x1. അത് കിട്ടിയ അപ്പോൾ തന്നെ നമ്മൾ നെക്സ്റ്റ് പോയിന്റ് അപ്ഡേറ്റ് ചെയ്യുക. ദാറ്റ് ഇസ് x2. എഗെയിൻ ആ റൂള് x2 ഈക്വൽ ടു x1 മൈനസ് ആൽഫ ഇൻറ്റു del f of x1. ഇവിടെ ഏതാണോ അതിൻ്റെ ജസ്റ്റ് ലോവർ ആണ്, പ്രീവിയസ് വൺ ആണ് ഇവിടെ വരിക. ഓക്കെ, അപ്പോൾ x2 ഈക്വൽ ടു x1 നമുക്കറിയാം 0.4, മൈനസ് 0.4 മൈനസ് ആൽഫ സെയിം 0.1 തന്നെ ഇൻറ്റു del f of x1. അതിപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചത് മൈനസ് 2.4, 3.2.
അഗെയിൻ നേരത്തെ പറഞ്ഞ പോലെ ഈ -0.1 കൊണ്ട് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. എന്നിട്ട് ഈ 2 പോയിന്റ്സ് ആഡ് ചെയ്യാം. ക്ലിയർ ആയോ? അപ്പോൾ -0.1 ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ പ്ലസ് ആവും. -0.1 ഇൻറ്റു -2.4 അതാണ് ഫസ്റ്റ് വരിക. -0.1 into -2.4 minus plus ആവും 0.24 കിട്ടും. Again -0.1 into 3.2 that is -0.32. ഇനി corresponding points add ചെയ്യാം. 0.4 plus 0.24 0.64 -0.4 plus -0.32 -0.72. കാൽക്കുലേഷൻസ് ചെയ്യുമ്പോൾ ഏറ്റവും നല്ലത് ജസ്റ്റ് വൺസ് മോർ നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് ചെക്ക് ചെയ്യുക. കാരണം നമ്മളിതിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഈവൻ നിങ്ങളിപ്പോൾ ഇൻപുട്ട് ചെയ്ത ഏതെങ്കിലും ഡിജിറ്റ്സ് മാറിപ്പോയി കഴിഞ്ഞാൽ തന്നെ ചിലപ്പോൾ ചിലത് പ്രസ് ആവാതിരിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും വല്ല പോയിന്റോ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ കംപ്ലീറ്റ് ആൻസർ തെറ്റും. അപ്പോൾ അത് മാത്രം, അതായത് ഈ സ്റ്റീപ്പസ്റ്റ് ഡിസെന്റ് മെത്തേഡിൽ ഒരുപാട് കാൽക്കുലേഷൻസ് വരുന്നുണ്ട്. പക്ഷെ ഒരുപാട് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒന്നുമല്ല, സിമ്പിൾ ആയിട്ടുള്ളതാണ്. ബട്ട് ഈ സിമ്പിൾ ആയിട്ടുള്ള കാര്യത്തിൽ തന്നെ കെയർഫുൾ മിസ്റ്റേക്സ് കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ അത് മാത്രം ശ്രദ്ധിക്കാം. കാൽക്കുലേഷൻസ് ജസ്റ്റ് ഒന്ന് റിപ്പീറ്റ് ചെയ്ത് നോക്കി ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് x2 കിട്ടിയല്ലോ. നെക്സ്റ്റ് ഐട്രേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. സ്റ്റാർട്ടിങ് അറ്റ് x2, ഇപ്പോൾ കിട്ടിയ പോയിന്റ് x2 0.64, -0.72. അഗെയിൻ ഫൈൻഡ് del f of x2, അതായത് del f of 0.64 -0.72. 4 into x1 -4, 2 into x2 plus 2. ഇപ്പോഴത്തെ x1 x2 എന്ന് പറയുന്നത് 0.64 -0.72. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. then we get -1.44 2.56. അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അടുത്ത പോയിന്റ് അപ്ഡേറ്റ് ചെയ്യുക. x3 equal to x2 minus alpha into del f of x2. ക്ലിയർ ആയല്ലോ? x2 minus alpha into del f of x2. അപ്പോൾ x3 equal to x2 നമുക്ക് ഇപ്പോൾ കിട്ടിയത് മൈനസ് ആൽഫ 0.1 ആണ് ഇൻറ്റു ഡെൽ എഫ് ഓഫ് x2 ഇപ്പോൾ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു -1.44 2.56. അഗെയിൻ മൾട്ടിപ്ലൈ ദിസ് -0.1 ഇൻസൈഡ് അല്ലേ? അപ്പോൾ -0.1 ഇൻറ്റു -1.44 ആ വാല്യൂ, പിന്നെ -0.1 ഇൻറ്റു 2.56 ആ കിട്ടിയ വാല്യൂസും പിന്നെ കറസ്പോണ്ടിങ് ഇവിടുത്തെ കോർഡിനേറ്റ്സും ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ 0.784 -0.976 ഇതാണ് നമുക്കിപ്പോൾ അപ്ഡേറ്റഡ് ആയി കിട്ടിയ നെക്സ്റ്റ് പോയിന്റ് x3. അപ്പോൾ നമ്മുടെ അടുത്ത് 3 ഐട്രേഷൻസ് പെർഫോം ചെയ്യാൻ പറഞ്ഞു, നമ്മളത് കണ്ടുപിടിച്ചു. ഓക്കെ, അപ്പോൾ ഇതേപോലെ ഐട്രേഷൻസ് എത്ര എന്നുള്ളത് ഉറപ്പായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. കാരണം എങ്കിൽ മാത്രം നിങ്ങൾക്ക് എത്ര ചെയ്യണം എന്നറിയുള്ളൂ. ചിലപ്പോൾ 5 സ്റ്റെപ്സ് പറഞ്ഞിട്ടുണ്ടാവും. 5 ഉണ്ടെങ്കിൽ ഇതേപോലെ അഗെയിൻ 2 more ഐട്രേഷൻസ് പെർഫോം ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് f of x equal to x1 square minus x2 where x0 is given by 1, 1, 3 steps. ക്ലിയർ ആയോ? x1 square minus x2 ആണ് നമ്മുടെ ഫംഗ്ഷൻ. സ്റ്റാർട്ടിംഗ് പോയിന്റ് x0 തന്നിട്ടുണ്ട് 1, 1. ഐട്രേഷൻസ് k എന്ന് പറയുന്നത് 3 ആണ് പെർഫോം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സോ സ്റ്റാർട്ട് വിത്ത് ഡെൽ എഫ്. ഇപ്പൊ ഞാൻ ഇവിടെ പ്രീവിയസ് പ്രോബ്ലത്തിൽ ഡീറ്റെയിൽഡ് ആയി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അങ്ങനെ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി ഈസിയർ. നിങ്ങൾക്ക് കൺഫ്യൂഷൻസും അവോയ്ഡഡ് ആവും. അത് മാത്രമല്ല കറക്റ്റ് ആയിട്ട് ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആൽഗോരിതം പോലെ ഫോളോ ചെയ്യുകയും ചെയ്യാം. സോ ഡെൽ എഫ് ഓഫ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? നമുക്ക് ഗ്രേഡിയന്റ് കണ്ടുപിടിക്കണം. ഡെൽ എഫ് ഓഫ് x1, x2. ഓക്കെ, അപ്പൊ ഇവിടെ x1 സ്ക്വയറിന്റെ ഡെറിവേറ്റീവ്, അതായത് നമുക്ക് ഡോ എഫ് ബൈ ഡോ x1, ഡോ എഫ് ബൈ ഡോ x2 ഇതാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അപ്പൊ ഡോ എഫ് ബൈ ഡോ x1 എന്ന് പറയുന്നത് 2x1, ദെൻ ഡോ എഫ് ബൈ ഡോ x2 എന്ന് പറയുന്നത് -x2 ന്റെ ഡെറിവേറ്റീവ് -1. അപ്പൊ അതാണ് 2x1, -1 എഴുതിയിരിക്കുന്നത്. കറക്റ്റ് നീറ്റ് ആയിട്ട് ആ സ്റ്റെപ്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ ഹിയർ ഞാൻ എന്താ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞാൽ കറക്റ്റ് ആയിട്ട് സെപ്പറേറ്റ് ആയി ഇതേപോലെ ഹെഡിങ് വൈസ് എഴുതി കഴിഞ്ഞാൽ കുറച്ചും കൂടി നീറ്റായി പ്രസന്റ് ചെയ്യുന്ന പോലെ ആയിരിക്കും അല്ലെ? അപ്പൊ നിങ്ങൾക്ക് മാർക്സ് കിട്ടാനും നിങ്ങളുടെ കൺഫ്യൂഷൻസ് അവോയ്ഡഡ് ആവണം. ഈവൻ ഇവാലുവേറ്റേഴ്സിന് ഇതേപോലെ കൺഫ്യൂഷൻസ് എല്ലാം അവോയ്ഡഡ് ആയിരിക്കും. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കാം. സോ ഡെൽ എഫ് നമുക്ക് കിട്ടി. നെക്സ്റ്റ് ഇനി സ്റ്റാർട്ടിംഗ് പോയിന്റിൽ x0 സ്റ്റാർട്ട് ചെയ്യുക. ഡെൽ എഫ് ഓഫ് x0 ദാറ്റ് ഈസ് ഡെൽ എഫ് ഓഫ് 1, 1. അപ്പൊ 2x1, -1. ഇപ്പൊ ഈ -1 ചേഞ്ച് ഒന്നും വരില്ല, അത് അങ്ങനെ തന്നെയാണ്. കാരണം അവിടെ x2 ഇല്ല അല്ലെ? സോ x1, x2 ഒന്നും ഇല്ലാത്തതുകൊണ്ട് ആ -1 അങ്ങനെ തന്നെ കോൺസ്റ്റന്റ് ആയിട്ട് എഴുതാം. 2 into x1
അതായത് 1. അപ്പോൾ 2 into 1 എന്ന് പറയുന്നത് 2 ആണ്, കോമ -1. അപ്പോൾ del f of x0 കിട്ടി. ലെറ്റ് ആൽഫ equal to 0.1 തന്നെ. പുതിയ പോയിന്റ്, നെക്സ്റ്റ് പോയിന്റ് അപ്ഡേറ്റ് ചെയ്യാം. x1 equal to x0 minus alpha into del f of x0. അപ്പോൾ ഇതേപോലെ 1 1 minus 0.1 into del f of x0 നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത് 2, -1. അപ്പോൾ again ഈ -0.1 ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 1 1 then ഇതേപോലെ തന്നെ -0.1 into 2 എന്താ വരിക? -0.2. ഓക്കെ, അപ്പോൾ 1 -0.2 നമുക്ക് എന്ത് കിട്ടും? 0.8 കിട്ടും. ക്ലിയർ ആയോ? അതേപോലെ -0.1 into -1 എന്താ? +0.1 അല്ലേ? അപ്പോൾ 1 + 0.1 1.1. അതാണ് നെക്സ്റ്റ് പോയിന്റ്. ക്ലിയർ ആയല്ലോ? നിങ്ങൾക്ക് ഒരെണ്ണം ചെയ്താൽ തന്നെ ക്ലിയർ ആവും. 2-3 ക്ലിയർ ആയിട്ട് അത് കോൺസെപ്റ്റ് മനസ്സിലാക്കുക. ഫസ്റ്റ് ഗ്രേഡിയന്റ് കാണുക അല്ലേ? ആ സ്റ്റെപ്സ് കറക്റ്റായി ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ വിതൗട്ട് എനി കൺഫ്യൂഷൻസ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ചെയ്യാൻ പറ്റും. കാൽക്കുലേഷൻസ് മാത്രം ഈ കെയർഫുൾ മിസ്റ്റേക്സ് അവോയ്ഡ് ചെയ്യാം. ഇപ്പോൾ del f of x1 കണ്ടുപിടിക്കാം. നമുക്ക് x1 കിട്ടി. നെക്സ്റ്റ് നമ്മൾ ഗ്രേഡിയന്റ് അറ്റ് ദാറ്റ് പോയിന്റ് കാണാം. del f of 0.8, 1.1. അപ്പോൾ 2 into x1, x2 ആണ്. ഇവിടെ x1 x2 എന്ന് പറയുന്നത് 0.8 ഉം 1.1 ഉം. 2 into 0.8, -1. അല്ല, ഈ -1 ഒന്നും എഫക്ട് ചെയ്യുന്നില്ല. റൈറ്റ് ഇറ്റ് ആസ് സെയിം ഇറ്റ്സെൽഫ്. അപ്പോൾ 1.6, -1. ഇപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പാണ് അപ്ഡേറ്റ് ചെയ്യാം. ഇപ്പോൾ del f of x1 കിട്ടി. അപ്പോൾ തന്നെ നമ്മൾ അടുത്തത് നെക്സ്റ്റ് പോയിന്റ് x2 അപ്ഡേറ്റ് ചെയ്യാം. ദാറ്റ് ഇസ് x1 minus alpha into del f of x1. ഓക്കെ, x1 0.8 1.1 ആണ്, ആൽഫ 0.1 ആണ്. അത് മാത്രമല്ല അത് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്തു കേട്ടോ, 0.1. then del f of x1 നമ്മൾ പ്രീവിയസ് ആയി കണ്ടുപിടിച്ചു 1.6, -1. ഇനി ആ 0.1 ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? പോയിന്റ്സ് 0.1 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0.16 പിന്നെ -0.1 ഈ മൈനസ് ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്നെങ്കിൽ മൈനസോടുകൂടി നിങ്ങൾക്ക് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ അതിനെ പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പിൽ പ്ലസ് ചെയ്താൽ മതി ഇതിന് പകരം. പക്ഷെ അല്ലെങ്കിൽ 0.1 മാത്രം മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആ മൈനസ് അങ്ങനെ തന്നെ നെക്സ്റ്റ് സ്റ്റെപ്പിൽ പാസ് ഓൺ ചെയ്യും. ഓക്കെ, അപ്പോൾ അത് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. സോ 0.8 1.1 -0.16 -0.1. ഇനി ജസ്റ്റ് കറസ്പോണ്ടിങ് പോയിന്റ്സ് ഇതേപോലെ കാൽക്കുലേറ്റ് ചെയ്യുക. പ്ലസ് ആണെങ്കിൽ പ്ലസ്, മൈനസ് ആണെങ്കിൽ മൈനസ്. 0.8 -0.16 ഇവിടെ ഒരു മൈനസ് അല്ലേ? അപ്പോൾ 0.64. 1.1 -0.1 അതായത് 1.1 + 0.1 ദാറ്റ് ഇസ് 1.2. അപ്പോൾ x2 കിട്ടി. അപ്പോൾ തന്നെ del f of x2 കണ്ടുപിടിക്കാം. ദാറ്റ് ഇസ് del f of 0.64 1.2. അപ്പോൾ 2x1 ദാറ്റ് ഇസ് ഇവിടെ x1 x2 എന്ന് പറയുന്നത് 0.64 ഉം 1.2. 2 into x1 2 into 0.64, -1 അങ്ങനെ തന്നെ എഴുതി. ദാറ്റ് ഇസ് 1.28, -1. അപ്പോൾ del f of x2 കിട്ടിയല്ലോ. നെക്സ്റ്റ് പോയിന്റ് അപ്ഡേറ്റ് ചെയ്യുക. x3 equal to x2 minus 0.1 into 1.28, -1. ഇത് del f of x2. അപ്പോൾ നമുക്ക് കിട്ടിയത് അല്ലേ? ഇനി ആൽഫ 0.1 ആണ്, x2 നമുക്കറിയാം 0.64 നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചാണ്. 0.64 ഉം 1.2 ഇതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇവിടെ 0.1 ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതി. അപ്പോൾ ഒരു ഡെസിമൽ ലെഫ്റ്റിലേക്ക് പൊസിഷൻ മാറും, അത്രയേ ഉള്ളൂ. So 0.64 1.2 minus 0.128 minus 0.1. അപ്പോൾ ഇത് ജസ്റ്റ് കറസ്പോണ്ടിങ് ടേംസ് സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ 0.512, 1.3. അപ്പോൾ 3 ഐറ്ററേഷൻസ് പെർഫോം ചെയ്യും. നെക്സ്റ്റ് ടോപ്പിക് ആണ് ലീനിയർ പ്രോഗ്രാമിംഗ്. അപ്പോൾ ആക്ച്വലി ഇതിൻ്റെ ഒരു പോർഷൻ +1 +2 പഠിക്കുന്നുണ്ട്. ലീനിയർ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് നമ്മൾ ബേസിക് ആയിട്ട് ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉണ്ട്. ബട്ട് മെയിൻ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഗ്രാഫിക്കൽ മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ ലീനിയർ പ്രോഗ്രാമിംഗ്? ആക്ച്വലി ഇറ്റ് ഈസ് ആൻ ഓപ്റ്റിമൈസേഷൻ ടെക്നിക് അല്ലേ? ഓപ്റ്റിമൈസേഷൻ മെത്തേഡ് തന്നെയാണ്. അപ്പോൾ ഈ ഓപ്റ്റിമൈസേഷൻ ടെക്നിക് എന്താണ്, മെത്തേഡ് എന്താണ് നമുക്കറിയാം. either to maximize the given function or to minimize the given function. അപ്പോൾ അതിന് പല ആപ്ലിക്കേഷൻസ് ഉണ്ട് അല്ലേ? ഇപ്പോൾ റിസോഴ്സ് അല്ലെങ്കിൽ മെറ്റീരിയൽ റിക്വയർമെന്റ്സ് ടു കൺസ്ട്രക്ട് എനി സ്പെസിഫിക് ഐറ്റം മെറ്റീരിയൽ, അങ്ങനെ പല ഇതിലും. ഇപ്പോൾ വോളിയം ആണെങ്കിൽ ഏതെങ്കിലും ക്വാണ്ടിറ്റീസ് ഇതുപോലെ മിനിമൈസ് ചെയ്യുക, മാക്സിമൈസ് ചെയ്യുക, അങ്ങനത്തെ ആപ്ലിക്കേഷൻസിലൊക്കെ നമ്മൾ ഈ പറയുന്ന മെത്തേഡ് യൂസ് ചെയ്യാറുണ്ട്.
ഈവൺ ഈ പ്രൊഡക്ഷൻ യൂണിറ്റ്സിലാണെങ്കിലും എന്തെങ്കിലും ഇതേപോലെ വൈറ്റമിൻസിന്റെ കേസിലോ ഡിഫറെന്റ് ആപ്ലിക്കേഷൻസ് ഉണ്ട് കേട്ടോ. അതായത് കൺസ്ട്രെയിൻസ് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. കൺസ്ട്രെയിൻസ്, അതായത് ചില ഒപ്റ്റിമൈസേഷൻ ടെക്നിക്സിന് കൺസ്ട്രെയിൻസ് ഒന്നും ഉണ്ടാവില്ല, ദാറ്റ് ഇസ് കണ്ടീഷൻസ് മെൻഷൻ ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷെ ലീനിയർ പ്രോഗ്രാമിംഗിൽ കൺസ്ട്രെയിൻസ് തന്നിട്ടുണ്ടാവും. ആ കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത് ആക്ച്വലി ഇനീക്വാളിറ്റീസ് ആയിരിക്കും, ലീനിയർ ഇനീക്വാളിറ്റീസ്. ഓക്കെ, ഇനി ഈ ലീനിയർ എന്ന് എടുത്തു പറയാൻ കാരണം അതായത് ഈ തന്നിരിക്കുന്ന അൺനോൺസിന്റെ ഹയസ്റ്റ് പവർ ഇറ്റ് വിൽ ബി 1 ഓൺലി, അതിൽ കൂടുതൽ പവേഴ്സ് ഉണ്ടാവില്ല. പിന്നെ അത് മാത്രമല്ല വേരിയബിൾസ് വന്ന് ഇറ്റ് ഡിപ്പെൻസ്, 2 വേരിയബിൾസ് 3 വേരിയബിൾസ് ഒക്കെ. അപ്പോൾ നിങ്ങൾക്ക് മെയിൻ ആയിട്ട് 2 വേരിയബിൾ കോൺസെപ്റ്റ് ആണ് പറഞ്ഞു തരാൻ പോകുന്നത്, അതാണ് പഠിക്കാനുള്ളത്. അപ്പോൾ അത് അറിഞ്ഞു വെക്കുക. ഒരു പക്ഷേ 3 വേരിയബിൾസിന്റെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ സെയിം കോൺസെപ്റ്റ് തന്നെയാണ് നമുക്ക് യൂസ് ചെയ്യാൻ അപ്ലൈ ചെയ്യേണ്ടത്. ജസ്റ്റ് 1 more വേരിയബിൾ ഇൻക്ലൂഡ് ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ അത് ബേസിക് ഡെഫിനിഷൻ നമുക്ക് നോക്കാം. Linear programming or optimization consists of methods for solving optimization problems with constraints. That is, it is used to find a maximum or a minimum. അല്ലേ? അപ്പോൾ ഇവിടെ unknowns, അതായത് x equal to x1, x2, etc. xn. ഞാൻ പറഞ്ഞില്ലേ വേരിയബിൾസ് ഇറ്റ് ക്യാൻ ബി എനി വേരിയബിൾ. അതായത് നമ്പർ ഓഫ് വേരിയബിൾസ് എന്ന് പറയുന്നത് ഡിപ്പെൻസ്, നമുക്ക് തന്നിരിക്കുന്ന പ്രോബ്ലം അനുസരിച്ചിരിക്കും. ഓഫ് എ ലീനിയർ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ, അതായത് നമ്മൾ ഏത് ഫംഗ്ഷൻ ആണോ മാക്സിമൈസ് ചെയ്യാൻ മിനിമൈസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അപ്പം അതിനെയാണ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ജനറലി z ആണ് ഡിനോട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. z equal to f of x. നോർമലി നമ്മൾ ഫംഗ്ഷൻ ഓഫ് x എടുക്കുന്നില്ലേ, വിച്ച് ഇസ് ഗിവൺ ബൈ a1 x1 plus a2 x2 plus etc. an xn. ക്ലിയർ ആയല്ലോ? സാറ്റിസ്ഫൈങ് ദ കൺസ്ട്രെയിൻസ്. കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ലീനിയർ ഇനീക്വാളിറ്റീസ് ആണ്. അപ്പോൾ ഈ ഇനീക്വാളിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഈക്വൽ ടു ഫോമിൽ അല്ല തന്നിട്ടുണ്ടാവും, ഒന്നെങ്കിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. ചില ടെക്സ്റ്റിൽ ഇതേപോലെ ഈക്വൽ ടു, അതായത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഈ ഈക്വൽ ടു സൈൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കോമൺ ആയിട്ട്, അതായത് ഇറ്റ് ഡിപ്പെൻസ്, അപ്പോൾ ഇങ്ങനെ യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഇങ്ങനെയും സെയിം തന്നെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ലീനിയർ ഇനീക്വാളിറ്റീസ് ഇങ്ങനെ ഫോമിൽ തന്നിട്ടുണ്ടാവും, അതാണ് കൺസ്ട്രെയിൻസ് ആയിട്ട് നമുക്ക് ഈ ഒബ്ജക്റ്റീവ് ഫംഗ്ഷന് തന്നിട്ടുണ്ടാവുക. അപ്പോൾ ഈ തന്നിരിക്കുന്ന കൺസ്ട്രെയിൻസിനെ ബേസ് ചെയ്തിട്ട് വേണം നമ്മൾ ആ ഫംഗ്ഷന്റെ z എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ഒപ്റ്റിമൈസ്ഡ് വാല്യൂ, അതായത് ഇറ്റ് ക്യാൻ ബി ദ മാക്സിമം വാല്യൂ, അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. മനസ്സിലായോ? ഒന്നെങ്കിൽ മാക്സിമൈസ് ദ ഗിവൺ ഫംഗ്ഷൻ അല്ലെങ്കിൽ മിനിമൈസ് ദ ഗിവൺ ഫംഗ്ഷൻ. അപ്പോൾ ഏത് വേണമെങ്കിലും ആവാം. നമ്മളിപ്പോൾ സ്റ്റീപ്പസ്റ്റ് ഡിസെന്റിൽ പഠിച്ചത് എന്താണ്, ആക്ച്വലി തന്നിരിക്കുന്ന ഫംഗ്ഷന്റെ മിനിമം, ഏറ്റവും മിനിമം ആയിട്ടുള്ള വാല്യൂ സെറ്റ് ഓഫ് ഇറ്ററേഷൻസ് പെർഫോം ചെയ്തിട്ട് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ലീനിയർ പ്രോഗ്രാമിംഗിൽ ഓപ്റ്റിമൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമൈസ് ചെയ്യുക അല്ലെങ്കിൽ മിനിമൈസ് ചെയ്യുക. ആ ക്വസ്റ്റ്യനിൽ എന്താണ് മെൻഷൻ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ആ റിക്വയർമെന്റ് എന്താണോ അതിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ ഫോളോ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ആദ്യം തന്നെ ഒരു പ്രോബ്ലം തന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരു ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം എങ്ങനെയാണ് ഫോർമുലേറ്റ് ചെയ്യുക, എങ്ങനെയാണ് ഫോം ചെയ്യുക, അതായത് ഇപ്പോൾ കുറച്ച് കണ്ടീഷൻസ് തന്നിട്ടുണ്ടാവും, കുറച്ച് ഡാറ്റ അല്ലെങ്കിൽ ഇൻഫർമേഷൻ തന്നിട്ടുണ്ടാവും, അതിനെ ബേസ് ചെയ്തിട്ട് എങ്ങനെയാണ് നമ്മളൊരു LPP ഫോം ചെയ്യുക, അതിന് കുറച്ച് സ്റ്റെപ്സ് ഉണ്ട് ഫോളോ ചെയ്യേണ്ടത്. ഇപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഐഡന്റിഫൈ ദ ഡിസിഷൻ വേരിയബിൾസ്. ഇപ്പോൾ ഇവിടെ x1 x2 etc. xn എന്നൊക്കെ പറയില്ലേ. ഓക്കെ, ഐഡന്റിഫൈ ദ ഡിസിഷൻ വേരിയബിൾസ്. ഏത് വേരിയബിൾസ് ഡിസിഷൻ വേരിയബിൾസ് ആണുള്ളത് അത് ആദ്യം ഐഡന്റിഫൈ ചെയ്യാം. നെക്സ്റ്റ് ഐഡന്റിഫൈ ദ കൺസ്ട്രെയിൻസ്. അതെന്തായാലും ലീനിയർ ഇനീക്വാളിറ്റീസ് ആയിരിക്കും, അത് ആദ്യം ഐഡന്റിഫൈ ചെയ്യും. നെക്സ്റ്റ് എക്സ്പ്രസ് ദ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. ഇപ്പോൾ z equal to f of x നമ്മൾ പറഞ്ഞില്ലേ ഇൻ ടേംസ് ഓഫ് ഡിസിഷൻ വേരിയബിൾസും, അപ്പോൾ അത് ആദ്യം എക്സ്പ്രസ് ചെയ്യാം. ഓപ്റ്റിമൈസ് ദ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. ഓപ്റ്റിമൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് ഏതാണ് തന്നിരിക്കുന്നത്, മാക്സിമൈസ് ചെയ്യാനാണോ മിനിമൈസ് ചെയ്യാനാണോ ചോദിച്ചിട്ടുള്ളത്, അത് ആ ഫോം z equal to f of x ഫോം ഓപ്റ്റിമൈസ് ചെയ്യുക. അത് അപ്പോൾ മാക്സിമം വാല്യൂ ആണ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഫൈനലി ഈ പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്തിട്ട് അതിന്റെ മാക്സിമം വാല്യൂ എന്താണ് ആ ഒപ്റ്റിമൈസ്ഡ് വാല്യൂ മെൻഷൻ ചെയ്യാം. നെക്സ്റ്റ് കൺസ്ട്രക്ട് എ ഗ്രാഫ്. ഒരു ഗ്രാഫ് ഇതിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി കൺസ്ട്രക്ട് ചെയ്യാം. ഐഡന്റിഫൈ ദ ഫീസിബിൾ റീജിയൻ. ഈ ഫീസിബിൾ റീജിയൻ എന്ന് പറയുന്നത് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇറ്റ് റെപ്രസെന്റ്സ് ഓൾ ദ കോമ്പിനേഷൻസ് ഓഫ് x1 x2 etc. which satisfy the constraints. അപ്പോൾ എടുത്ത് പറയുകയാണെങ്കിൽ നോൺ നെഗറ്റീവ് കൺസ്ട്രെയിൻസിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഓൾ ദ കോമ്പിനേഷൻസ് ഓഫ് x1 x2 ആ ഒരു റീജിയൻ. അപ്പോൾ നമ്മൾ ഗ്രാഫ് പ്ലോട്ട് ചെയ്യും പറഞ്ഞു അല്ലെ. ഇപ്പോൾ x1 x2 ആണെങ്കിൽ
ഒരു ഗ്രാഫ് ഈ ഓപ്റ്റിമൈസ്ഡ് ഫംഗ്ഷന്റെ നമ്മൾ പ്ലോട്ട് ചെയ്യും സെഡിന്റെ. ഈ ഗ്രാഫിൽ ഇതേപോലെ അതായത് എല്ലാം ഇപ്പൊ എത്ര കൺസ്ട്രെയിൻസ് ആണ് തന്നിരിക്കുന്നത് based on the decision variables. ആ എല്ലാ കൺസ്ട്രെയിൻസിനെയും സൈമൾട്ടേനിയസ്ലി സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ള ഒരു റീജിയൻ ഉണ്ടാവും. റീജിയൻ പറഞ്ഞത് കോമൺ റീജിയൻ. നമ്മളിപ്പോൾ സാധാരണ ഗ്രാഫ് ഒക്കെ പഠിച്ചിട്ടുള്ളതല്ലേ. അപ്പൊ എല്ലാ കൺസ്ട്രെയിൻസും സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലൊരു റീജിയൻ ഗ്രാഫിൽ നമുക്ക് കിട്ടും. ഓക്കെ, പ്രത്യേകിച്ച് നോൺ നെഗറ്റീവ് കൺസ്ട്രെയിൻസ്. അതായത് ഇപ്പൊ x1 x2 ആണ് വേരിയബിൾസ് തന്നിരിക്കുന്നതെങ്കിൽ ഡിസിഷൻ വേരിയബിൾസ്, അങ്ങനെയാണ് ഈ പറയുന്ന x1ഉം x2ഉം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. മെയിൻലി അങ്ങനെയാണ് കൺസിഡർ ചെയ്യുക. അപ്പോൾ ഈ നോൺ നെഗറ്റീവ് കൺസ്ട്രെയിൻസിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ള ഒരു റീജിയൻ നമുക്ക് ഗ്രാഫിൽ കിട്ടും. ആ റീജിയനെ നമ്മൾ എടുത്തു പറയുന്ന പേരാണ് ഫീസിബിൾ റീജിയൻ. ക്ലിയർ ആയല്ലോ? ഫീസിബിൾ റീജിയൻ. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫീസിബിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ സത്യം പറഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന പ്രോബ്ലം എന്ന് പറയുന്നത് ഫീസിബിൾ ആണ്. ദാറ്റ് ഇസ് അതിന്റെ കോമൺ ആയിട്ടുള്ളൊരു റീജിയൻ, ആ കൺസ്ട്രെയിൻസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു റീജിയൻ ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ എല്ലാ കേസസിലും അങ്ങനെ ആവുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. ചില കേസസിൽ നോട്ട് ഫീസിബിൾ കേസസും വരാറുണ്ട്. അപ്പൊ അതെങ്ങനെയാണ് ഓപ്പോസിറ്റ് കേസ് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ കോമൺ ആയിട്ടുള്ള റീജിയൻ ഉണ്ടാവില്ല, എക്സിസ്റ്റ് ഇല്ല. എല്ലാ കൺസ്ട്രെയിൻസും സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ള ഒരു റീജിയൻ എക്സിസ്റ്റ് ഇല്ല. ആ കേസിലാണ് നോട്ട് ഫീസിബിൾ ആയിട്ടുള്ള കേസ് വരിക. പിന്നെ ലാസ്റ്റ് വൺ ആണ് ഫൈൻഡ് ദ ഓപ്റ്റിമം പോയിന്റ്. ഓക്കെ, അപ്പൊ നമുക്കൊരു പോയിന്റ്, ഇപ്പൊ സപ്പോസ് x1 x2 ആണെങ്കിൽ x1 x2 എന്ന് പറയുന്ന പോയിന്റ്, ആ പെർട്ടിക്കുലർ പോയിന്റിലായിരിക്കും നമുക്ക് മാക്സിമം ഓർ മിനിമം z കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ ആ ഓപ്റ്റിമം പോയിന്റ് നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ ഇത്രയും സ്റ്റെപ്സ് ആണ് നമ്മൾ ഒരു LPP ഫോർമുലേറ്റ് ചെയ്യാൻ ഫോളോ ചെയ്യേണ്ടത്. പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇനി ഗ്രാഫിക്കൽ മെത്തേഡ്, അതായത് ഗ്രാഫിക്കൽ അല്ലാതെ സിംപ്ലെക്സ് മെത്തേഡ്, അങ്ങനെ വേറെ ഡിഫറെന്റ് മെത്തേഡ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ മെയിൻ ആയിട്ട് രണ്ട് ഡിസിഷൻ വേരിയബിൾസ്, ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ x1 x2, നിങ്ങൾക്ക് മെയിൻ ആയിട്ട് അതാണ് പഠിക്കാനുള്ളത്. ഏറ്റവും മെയിൻ ആയിട്ട് ഈ രണ്ട് ഡിസിഷൻ വേരിയബിൾസ് ബേസ് ചെയ്തിട്ട് പ്രോബ്ലംസിനെ സോൾവ് ചെയ്യാനാണ് നമ്മൾ ഗ്രാഫിക്കൽ മെത്തേഡ് LPPയിൽ യൂസ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? LPP സോൾവ് ചെയ്യാൻ അതും ഡിപ്പെൻഡ്സ് അപ്പോൺ 2 ഡിസിഷൻ വേരിയബിൾസ്. അതിനെ സോൾവ് ചെയ്യാനാണ് മെയിൻ ആയിട്ട് ഗ്രാഫിക്കൽ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഇത് വെച്ച് സോൾവ് ചെയ്യാൻ പറ്റാത്ത ഡിഫറെന്റ് പ്രോബ്ലംസ് ഉണ്ടാവും. അവിടേക്കാണ് നമ്മൾ ഈ സിംപ്ലെക്സ് മെത്തേഡ്, അതർ മെത്തേഡ്സ് ഒക്കെ യൂസ് ചെയ്യാറ്. നമ്മുടെ കൺസേണിൽ ഗ്രാഫിക്കൽ മെത്തേഡാണ് പഠിക്കാനുള്ളത്. ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാം. Describe and draft the region in the first quadrant of x1 x2 plane determined by the given inequalities x1 minus 3x2 greater than or equal to minus 6 and x1 plus x2 less than or equal to -6. So രണ്ട് ഇനീക്വാളിറ്റീസ് തന്നിട്ടുണ്ട്, രണ്ട് വേരിയബിൾസ്, ഡെസിഷൻ വേരിയബിൾസ് x1ഉം x2ഉം തന്നിട്ടുണ്ട്. അത് മാത്രമല്ല ഗ്രാഫ് ദ റീജിയൻ ഇൻ ദ ഫസ്റ്റ് ക്വാഡ്രന്റ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കൺസേൺ എന്ന് പറയുന്നത് x1 x2 greater than or equal to 0. ഓക്കെ, അപ്പോൾ രണ്ട് ഇനീക്വാളിറ്റീസ്, ഇതിപ്പോൾ ഓരോന്നും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പറയാം. അപ്പോൾ ഫസ്റ്റ് പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആദ്യം കൺഫ്യൂഷൻ ഉണ്ടാവും എങ്ങനെ എഴുതാന്നുള്ളത്. അപ്പോൾ സെക്കൻഡ് പ്രോബ്ലം ആകുമ്പോഴേക്കും നിങ്ങൾക്ക് ക്ലിയർ ആവും. ആദ്യം ഈ ഇനീക്വാളിറ്റീസിനെ ഇക്വാളിറ്റീസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം. ഇപ്പോൾ ഫസ്റ്റ് കേസ് x1 minus 3x2 greater than or equal to -6 വന്നിട്ട്, അപ്പോൾ അതിനെ ഇക്വാളിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യാം. അതായത് ഈ ഗ്രേറ്റർ ദാൻ ഓർ ലെസ് ദാൻ സൈൻ മാറ്റിയിട്ട് ഈക്വൽ ടു ഫോമിലേക്ക് ആക്കുക. ഓക്കെ, എന്നിട്ട് കോർഡിനേറ്റ്സ് നമുക്ക് കണ്ടുപിടിക്കാം. സോ ഹിയർ x1 minus 3x2 ഈക്വൽ ടു -6. ഇനി നമുക്ക് കോർഡിനേറ്റ് പോയിന്റ്സ് കണ്ടുപിടിക്കാം. അതിന് ഏതെങ്കിലും ഒന്ന് അറ്റ് എ ടൈം 0 കൊടുത്തിട്ട് അതർ വേരിയബിൾ കണ്ടുപിടിക്കാം. ഇപ്പോൾ സപ്പോസ് x2 ഈക്വൽ ടു 0 കൊടുക്കാം. അപ്പോൾ ഈ ഒരു ടേം 0, x1 ഈക്വൽ ടു -6 കിട്ടും. അതിൽ നിന്ന് കിട്ടുന്ന പോയിന്റ് അപ്പോൾ എന്തായിരിക്കും? x2 0, x1 -6. അപ്പോൾ -6, 0. നമ്മളിങ്ങനെയല്ലേ പോയിന്റ്സ് ചെയ്തേണ്ടത്, x1, x2. ഓക്കെ, അപ്പോൾ ഒരു കോർഡിനേറ്റ് പോയിന്റ് കിട്ടി. നെക്സ്റ്റ് വൺ x1 ഈക്വൽ ടു 0 ആയിരിക്കുമ്പോൾ എന്ത് വരും? -3x2 ഈക്വൽ ടു -3x2 ആണ്. x1 0 കൊടുക്കുമ്പോൾ -3x2 ഈക്വൽ ടു -6. മൈനസ് ക്യാൻസൽ ആയി, 3ഉം 6ഉം ക്യാൻസൽ ആയി 2 വരും. അപ്പോൾ x2ന്റെ വാല്യൂ 2. അപ്പോൾ x1 0 ആയിരിക്കുമ്പോൾ x2 2, ദാറ്റ് ഇസ് 0, 2. അപ്പോൾ ഈ രണ്ട് പോയിന്റ്സ് കിട്ടിയല്ലോ. നമുക്ക് ഫൈനലി ഗ്രാഫ് പ്ലോട്ട് ചെയ്യും വേണം. ഓക്കെ, നെക്സ്റ്റ് വൺ x1 plus x2 ലെസ് ദാൻ ഈക്വൽ ടു 6.
അപ്പോൾ ഇക്വാലിറ്റി കൺസിഡർ ചെയ്യാം. ഇനി x1 0 ആയിരിക്കുമ്പോൾ x2 6, അതുപോലെ x2 0 ആയിരിക്കുമ്പോൾ x1 6. ക്ലിയർ ആയല്ലോ? സോ 0,6 6,0 അത് ഈസിയാണ് അല്ലേ? ഇനി നമുക്ക് ഗ്രാഫ് നോക്കാം. ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ച പോയിന്റ്സ് വെച്ചിട്ട് ഗ്രാഫ്, അതും നമുക്ക് ഫസ്റ്റ് ക്വാഡ്രന്റിലാണ് നമ്മുടെ കൺസേൺ ഉള്ളത്. ഗ്രാഫ് വരയ്ക്കുമ്പോൾ രണ്ട് ഡിസിഷൻ വേരിയബിൾസ് ആണുള്ളത്, x1 ഉം x2. അപ്പൊ അത് ആക്സസ് ആയിട്ട് ചൂസ് ചെയ്യാം. ഡിസിഷൻ വേരിയബിൾസ് ഏതാണോ അത് ആക്സസ് ആയിട്ട് ചൂസ് ചെയ്യാം. ഇപ്പോൾ പോസിറ്റീവ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യണ x1 ഉം x2. നെക്സ്റ്റ് നമുക്ക് തന്നിരിക്കുന്ന, അതായത് നമ്മളിപ്പോൾ കണ്ടുപിടിച്ച പോയിന്റ്സ് ഉണ്ടല്ലോ, 4 പോയിന്റ്സ്, അത് പ്ലോട്ട് ചെയ്യാം. ഇപ്പോൾ ജസ്റ്റ് ആ പോയിന്റ്സ് ഏതൊക്കെയാണ്? 0 2. ഇപ്പോൾ രണ്ട് ലൈൻസ് ഇല്ലേ? ഇപ്പോൾ ഇക്വാലിറ്റി കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് ലൈൻസ് കിട്ടും. x1 plus x2 equal to 6. ഇവിടെയാണ് നമ്മൾ 0,6 ഉം 6,0 രണ്ട് പോയിന്റ്സ് കിട്ടിയത്. ഒരു ലൈൻ ഫോം ചെയ്യണമെങ്കിൽ രണ്ട് പോയിന്റ്സ് വേണ്ട. അപ്പോൾ ഇവിടെ 6,0 ഇതാണ്, 0,6 ഇതാണ്. ഓക്കെ, അപ്പോൾ കറക്റ്റ് ആയിട്ട് ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഇതുപോലെ കറക്റ്റ് ആയിട്ടുള്ള മെഷർമെന്റ് കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പോൾ അതനുസരിച്ചിട്ട് പ്ലോട്ട് ചെയ്യാം. അപ്പോൾ 6,0 0,6. അപ്പോൾ രണ്ട് പോയിന്റ്സ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൺസേൺഡ് x1 plus x2 equal to 6ന്റെ ലൈൻ കിട്ടും. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഒരു ലൈൻ നമ്മൾ പ്ലോട്ട് ചെയ്തു. ഇനി നെക്സ്റ്റ് വൺ, അടുത്ത ലൈൻ എന്ന് പറയുന്നത് x1 minus 3x2 equal to -6 ആണ് അല്ലെ? അപ്പോൾ അതിന്റെ ഇതേപോലെ പോയിന്റ്സ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു, 0,2 ഉം -6,0. അപ്പോൾ ആ രണ്ട് പോയിന്റ്സ് ഇതേപോലെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഗ്രാഫ് പ്ലോട്ട് ചെയ്തു. ഇനി നമുക്ക് ആ ഇനീക്വാളിറ്റീസിന്റെ കോമൺ ആയിട്ടുള്ള റീജിയൻ, അപ്പോൾ ഈ രണ്ട് കേസസ് എന്ന് പറയുന്നത് x1 plus x2 less than or equal to 6 ഉം പിന്നെ ഇതേപോലെ x1 minus 3x2 greater than or equal to -6 അല്ലേ? x1 minus 3x2 greater than or equal to -6. അപ്പോൾ ഈ greater than or equal to -6 എന്ന് പറയുമ്പോൾ ഈ ഒരു റീജിയൻ വരും. ഓക്കെ, ഇനി നമുക്ക് ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് വരുന്നത്, പക്ഷെ അടുത്ത ഇനീക്വാളിറ്റി അടുത്ത ഇനീക്വാളിറ്റി എന്ന് പറയുന്നത് x1 plus x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6 ആണ്. അപ്പോൾ ആ ഒരു ഇനീക്വാളിറ്റി വരുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6 അല്ലെ? ഈ ഒരു റീജിയൻ ആണ്. ഇത് രണ്ടിനും കോമൺ ആയിട്ട് വരുന്നത് ഏതാണ്? ഫസ്റ്റ് ക്വാഡ്രന്റിൽ ഈ ഷെയ്ഡഡ് ആയിട്ടുള്ള പോർഷൻ ആണ് അല്ലെ? അതുകൊണ്ടാണ് കോമൺ ആയിട്ടുള്ള റീജിയൻ, അതായത് സാറ്റിസ്ഫൈങ് ഓൾ ദ കൺസ്ട്രെയിൻസ്, അതിനെയാണ് ഫീസിബിൾ റീജിയൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ ഫീസിബിൾ റീജിയൻ. ക്ലിയർ ആയല്ലോ? ഇവിടെ ഇപ്പോൾ രണ്ട് കൺസ്ട്രെയിൻസ് ആണല്ലോ തന്നിട്ടുള്ളത്. ആ രണ്ട് കൺസ്ട്രെയിൻസിന് കോമൺ ആയിട്ടുള്ളത് റീജിയൻ x1 minus 3x2 greater than or equal to -6 ഉം x1 plus x2 less than or equal to 6 ഉം. ഇത് രണ്ടും സാറ്റിസ്ഫൈ ചെയ്യുന്ന റീജിയൻ ആണ് ഫീസിബിൾ റീജിയൻ ഷെയ്ഡ് ചെയ്ത് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഫീസിബിൾ റീജിയൻ ഇതേപോലെ ഷെയ്ഡ് ചെയ്ത് ഹൈലൈറ്റ് ചെയ്യാൻ മനസ്സിലാവില്ല കേട്ടോ. അറിഞ്ഞിരിക്കുക എന്തുകൊണ്ടാണ് ഈ റീജിയൻ ഫീസിബിൾ ആവുന്നത്. സോ ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചത്, അപ്പോൾ എങ്ങനെയാണ് ഒരു LPP, ഇപ്പോൾ തന്നിരിക്കുന്ന ആ ഒരു LPP ഇതേപോലെ ആദ്യം തന്നെ ഏതൊക്കെയാണ് ഡിസിഷൻ വേരിയബിൾസ് മനസ്സിലായി അല്ലേ? പിന്നെ അത് മാത്രമല്ല നമ്മൾ ഗ്രാഫ് ഡെവലപ്പ് ചെയ്യും ചെയ്തു ആ LPP, പിന്നെ ഗ്രാഫും സ്കെച്ച് ചെയ്തു. അപ്പോൾ എങ്ങനെയാണ് അത് ഫോർമുലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഇനിയാണ് ആക്ച്വൽ റിയൽ പ്രോബ്ലംസ്, അതായത് ഒപ്റ്റിമൈസ് ചെയ്യണ പ്രോബ്ലംസ് വരുന്നത്. Minimize z equal to 20x1 plus 10x2 subject to the constraint. ഇവിടെയാണ് കൺസ്ട്രെയിൻസ് തന്നിരിക്കുന്നത്. x1 plus x2 less than or equal to 40, 3x1 plus x2 greater than or equal to 30, 4x1 plus 3x2 greater than or equal to 60, and x1 x2 greater than or equal to 0. അപ്പോൾ പോസിറ്റീവ്, അതായത് ഡിസിഷൻ വേരിയബിൾസ് പോസിറ്റീവ് കൺസ്ട്രെയിൻസ് ആണ് തന്നിരിക്കുന്നത്. x1 plus 2x2 less than or equal to 40. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ എല്ലാത്തിനെയും ഇക്വാളിറ്റീസ് ആയിട്ട് ഫോം ചെയ്യും. x1 plus 2x2 equal to 40. നെക്സ്റ്റ് വൺ 3x1 plus x2 equal to 30. ആൻഡ് ലാസ്റ്റ് വൺ 4x1 plus 3x2 equal to 60. ക്ലിയർ ആയല്ലോ? എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ കോർഡിനേറ്റ് പോയിന്റ്സ് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇതാണ് ഫസ്റ്റ് ഇക്വേഷൻ ഇക്വാലിറ്റി. x1 plus 2x2 equal to 40. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരെണ്ണത്തിന് 0 കൊടുക്കുക, അത് വേരിയബിൾ കണ്ടുപിടിക്കാം. അപ്പോൾ x1 plus 2x2 equal to 40. ഇതിൽ x1 0 കൊടുക്കാം. സോ 2x2 equal to 40. 40 2 ക്യാൻസൽ ചെയ്താൽ 20. അപ്പോൾ x2ന്റെ വാല്യൂ 20. സോ 0,20.
ഒരു പോയിന്റ് കിട്ടി. അതേപോലെ അതർ കേസ് x1 plus 2x2 equal to 40 ല് x2 ന് 0 കൊടുക്കുക. So we get x1 as 40. അപ്പോൾ x1 40യും x2 0. നിങ്ങൾ ജസ്റ്റ് ഓർഡർ റിവേഴ്സ് ചെയ്യരുത്. ആദ്യം x1 എഴുതുക എപ്പോഴും, പിന്നെ x2. സോ 40,0. ഇതേപോലെ ബാക്കി എല്ലാത്തിനെയും കണ്ടുപിടിക്കണം. ഓക്കെ, സെക്കൻഡ് ഇക്വേഷന്റെ തേർഡ് ഇക്വേഷന്റെ ഒരു വേരിയബിൾ 0 കൊടുക്കുമ്പോൾ എന്തായിരിക്കും ഡിസിഷൻ വേരിയബിൾ 0 കൊടുക്കുമ്പോൾ അത് വേരിയബിൾ എന്താ കിട്ടുന്നത് എന്നുള്ളത്. അപ്പോൾ സെക്കൻഡ് ഇക്വേഷന്റെ കേസിൽ ഇതേപോലെ 0 30 10 0 ഇങ്ങനെയാണ് പോയിന്റ്സ് കിട്ടുന്നത്. അതേപോലെ തന്നെ തേർഡ് ഇക്വേഷന്റെ 0 20 15 0 ഒരു വേരിയബിൾ x1 0 കൊടുക്കുമ്പോൾ x2 20, x2 0 കൊടുക്കുമ്പോൾ x1 15 കിട്ടും. ഇനി നമുക്ക് ഗ്രാഫ് പ്ലോട്ട് ചെയ്യാം അല്ലെ. ഇനി ഒരു കാര്യം പറയാനുള്ളത്, അതായത് നമുക്ക് ഇതുപോലെ ഫീസിബിൾ റീജിയൻ കണ്ടുപിടിക്കണമല്ലോ. അതായത് ഇനി മാക്സിമൈസ് ചെയ്യാനോ മിനിമൈസ് ചെയ്യാനോ പ്രോബ്ലംസ് ചോദിച്ചിട്ടുണ്ടോ. അങ്ങനത്തെ കേസസിൽ ഫീസിബിൾ റീജിയന്റെ എല്ലാ കോർണർ പോയിന്റ്സും നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ പ്രീവിയസ് പ്രോബ്ലത്തിൽ ഇതേപോലെ കോർണർ പോയിന്റ്സ് നിങ്ങൾ കണ്ടുവെച്ചോളൂ. അതെങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഗ്രാഫിൽ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് 3,3 എന്നുള്ളത്. അത് എങ്ങനെയാണ് കിട്ടുന്നത് എന്നുള്ളത് ഞാൻ ഈ പ്രോബ്ലത്തിൽ ഡിസ്കസ് ചെയ്യാം. കാരണം നമുക്കിപ്പോൾ ഈ ഒരു പ്രോബ്ലത്തിൽ മാക്സിമൈസ് ചെയ്യാൻ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ പറയുന്ന കോർണർ പോയിന്റ്സിന്റെ ആവശ്യമുണ്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഗ്രാഫ് ശ്രദ്ധിക്കുക. കറക്റ്റായിട്ട് ഗ്രാഫിക്കലി തന്നെ പ്ലോട്ട് ചെയ്യുക കേട്ടോ. പോയിന്റ്സ് കറക്റ്റായിട്ട് യൂണിറ്റ്സ് എടുത്തിട്ട്. ഇപ്പൊ നമുക്ക് കിട്ടിയ എല്ലാ പോയിന്റ്സും എല്ലാ കോർഡിനേറ്റ് പോയിന്റ്സും വെച്ചിട്ട് നമുക്ക് 3 കൺസ്ട്രെയിൻസ് ഉണ്ടല്ലോ, 3 ലൈൻസും വരയ്ക്കാം. ഓക്കെ, അപ്പോൾ x1 plus 2x2 equal to 40 നമുക്ക് കിട്ടിയ പോയിന്റ്സ് ഇതാണ് അല്ലേ. അപ്പൊ ഈ 2 പോയിന്റ്സ് ആണ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ് നമുക്ക് പോയിന്റ്സ് കിട്ടിയത്? ഇത് x1 ആണ്, ഇത് x2 ആണ്. അപ്പൊ x1 plus 2x2 equal to 40 നമുക്ക് കിട്ടിയ പോയിന്റ്സ് ഏതൊക്കെയായിരുന്നു? 40, x1 40 ആയിരിക്കുമ്പോൾ x2 0, അതുപോലെ x1 0 ആയിരിക്കുമ്പോൾ x2 20 അല്ലെ. അപ്പൊ അങ്ങനെ ഈ 2 പോയിന്റ്സ് കിട്ടിയിട്ട് അത് ജോയിൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ലൈനാണിത്, x1 plus 2x2 equal to 40. അതേപോലെ തന്നെ ബാക്കി ലൈൻസും വരയ്ക്കും. നമുക്കിപ്പോൾ എല്ലാം കോർഡിനേറ്റ് പോയിന്റ്സ് കിട്ടിയല്ലോ. നിങ്ങൾ അത് മാർക്ക് ചെയ്തിട്ട് കറക്റ്റ് ആയിട്ട് കറസ്പോണ്ടിങ് ലൈൻസ് വരച്ചിട്ട് ആ ലൈനിന്റെ കറസ്പോണ്ടിങ് ഇക്വേഷൻ എഴുതാം. അപ്പോൾ കൺഫ്യൂസ്ഡ് ആവില്ല. നെക്സ്റ്റ് വൺ 4x1 plus 3x2 equal to 60. ഈ പോയിന്റ്സ് ആണ് കിട്ടുന്നത്. ഓക്കെ, ഈ 2 പോയിന്റ്സ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. 2 പോയിന്റ്സ് ജോയിൻ ചെയ്യുക, അത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് 4x1 plus 3x2 equal to 60. പോയിന്റ്സ് ഏതൊക്കെയാണ് കിട്ടിയത്? 0 20 15 0 അല്ലെ. അപ്പൊ അത് കറക്റ്റ് പ്ലോട്ട് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. ഇതാണ് 0,20. ഓക്കെ, ആൻഡ് 15,0. ഇത് 20 ആണ്, ഇത് 10 ആണ്. അപ്പൊ അതിന്റെ മിഡിൽ. ഓക്കെ, 15,0. ക്ലിയർ ആയല്ലോ. അപ്പൊ ഇത് രണ്ടും ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ലൈൻ 4x1 plus 3x2 equal to 60 കിട്ടി. ഇതേപോലെ ലാസ്റ്റ് വൺ, അതായത് 3x1 plus x2 equal to 30. സോ 0 30യും 10 0, 0 30യും 10 0. ഈ 2 പോയിന്റ്സ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് ലൈനിന്റെ ഇക്വേഷൻ കിട്ടും. ഇനി ഈ എല്ലാം കൺസ്ട്രെയിൻസും ഇപ്പൊ ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു അത് നോക്കിയിട്ട് വേണം കേട്ടോ. അല്ലാതെ ഈക്വൽ ടു മാത്രമല്ല നമ്മൾ കൺസിഡർ ചെയ്യണത്. ആക്ച്വൽ കൺസ്ട്രെയിൻ എന്ന് പറയുന്നത് എന്താ? ലീനിയർ ഇനീക്വാളിറ്റീസ് ആണ്. നമ്മൾ ഈ ഇക്വാളിറ്റീസ് കൺസിഡർ ചെയ്യുന്നത് നമുക്ക് കറസ്പോണ്ടിങ് കോർഡിനേറ്റ് പോയിന്റ്സ് കിട്ടാനാണ്. അത് കഴിഞ്ഞിട്ട് ഗ്രാഫ് ചെയ്യും. ഗ്രാഫ് സ്കെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഫീസിബിൾ റീജിയൻ കണ്ടുപിടിക്കണം. ഇപ്പോൾ ഫീസിബിൾ റീജിയൻ കണ്ടുപിടിക്കണമെങ്കിൽ ഈ പറഞ്ഞ ഇനീക്വാളിറ്റീസ് കൺസിഡർ ചെയ്യണം. ഇപ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഈ 3 ലൈൻസിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇനീക്വാളിറ്റീസ് കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മൾ ഈ ഫീസിബിൾ റീജിയൻ കണ്ടുപിടിക്കാൻ. ഓക്കെ, അപ്പൊ എല്ലാം കൂടി സാറ്റിസ്ഫൈ ചെയ്യുന്ന റീജിയൻ ആണിത്. ക്ലിയർ ആയല്ലോ? അതാണ് ഈ ഷെയ്ഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഫീസിബിൾ റീജിയൻ കിട്ടിയല്ലോ. ഇതിന്റെ കോർണർ പോയിന്റ്സ് ആണ് മാർക്ക് ചെയ്തിരിക്കുന്നത് എ ബി സി ഓക്കെ ഡി. ക്ലിയർ ആയല്ലോ? എ ബി സി ഡി. തെറ്റരുത് കേട്ടോ ഈ പോയിന്റ്സ്.
ഇനി ആ ABCD കോർണർ പോയിന്റ്സ് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എങ്ങനെയാണ് ഈ കോർണർ പോയിന്റ്സ് കണ്ടുപിടിക്കാം? ഇവിടെ ഇപ്പോൾ A എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഓൾറെഡി കണ്ടുപിടിച്ച ഒരു പോയിന്റ് ആണ് അല്ലേ? A എന്ന് പറയുന്നത് 15,0. ഇത് ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നെക്സ്റ്റ് ഇതേപോലെ B എന്ന് പറയുന്നത് 40,0. ഇത് നമുക്കറിയാം. ഇനി C എന്ന് പറയുന്ന പോയിന്റും D എന്ന് പറയുന്ന പോയിന്റും, ഇതാണ് പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് ടു ലൈൻസ്. അത് ഓൾറെഡി നിങ്ങൾ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ രണ്ട് ലൈൻസ് ഇന്റർസെക്ട് ചെയ്യുമ്പോൾ ആ ഇന്റർസെക്ഷൻ പോയിന്റിൽ രണ്ട് ലൈൻസിന്റെ ഇക്വേഷൻസ് നമുക്ക് സെയിം ആയിരിക്കും അല്ലെ? ഇക്വേറ്റ് ചെയ്യാൻ പറ്റും, അതായത് സോൾവ് ചെയ്യാം. ഇപ്പോൾ സപ്പോസ് C കണ്ടുപിടിക്കണമെങ്കിൽ C ഏതൊക്കെ ലൈൻസ് ഇന്റർസെക്ട് ചെയ്ത് കിട്ടുന്ന പോയിന്റ് ആണ്? അതായത് ഈ ഒരു ലൈൻ x1 + 2x2 = 40, അതുപോലെ 3x1 + x2 = 30. ഈ രണ്ട് ഇക്വേഷൻസ് നിങ്ങൾ സോൾവ് ചെയ്യാം. ഇപ്പോൾ നോർമലി നമ്മൾ കാൽക്കുലേറ്ററിൽ സോൾവ് ചെയ്യുമ്പോൾ x1 x2 കിട്ടും അല്ലെ? ആ രണ്ട് വാല്യൂസ്, അതാണ് C എന്ന് പറയുന്ന പോയിന്റ്. അതാണ് 4,18. ക്ലിയർ ആയല്ലോ? അങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഏതൊക്കെ രണ്ട് ലൈൻസ് ആണോ ഇന്റർസെക്ട് ചെയ്യുന്നത്, ഇപ്പൊ നമ്മൾ ഏത് പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ആണ് കണ്ടുപിടിക്കണേ, ആ പോയിന്റ് കിട്ടാൻ രണ്ട് ലൈൻസ് ഇന്റർസെക്ട് ചെയ്യില്ലേ, ആ കറസ്പോണ്ടിങ് ലൈൻസിന്റെ ഇക്വേഷൻസ് സോൾവ് ചെയ്ത് കിട്ടുന്ന വാല്യൂസ്, അതാണ് ആക്ച്വലി ആ കോർഡിനേറ്റ്. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇതേപോലെ ഡിയും കണ്ടുപിടിക്കാലോ. D എന്ന് പറയുന്നത് 3x1 + x2 = 30, 4x1 + 3x2 = 60. ഇത് രണ്ടും സോൾവ് ചെയ്യാം. എന്നിട്ട് കിട്ടുന്ന x1 x2 അത് 6,12 ആണ്. അപ്പോൾ നിങ്ങളിത് തീർച്ചയായിട്ടും ചെയ്ത് നോക്കുക കേട്ടോ. ഞാൻ ജസ്റ്റ് നോട്ടായിട്ട് തന്നിട്ടുണ്ട് സോൾവ് ചെയ്യുന്നത്. നോർമലി നമ്മൾ സാധാരണ രണ്ട് ഇക്വേഷൻസ് സോൾവ് ചെയ്യില്ലേ, അതുപോലെ സ്റ്റെപ്പായിട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. നിങ്ങളിപ്പോൾ കാൽക്കുലേറ്റേഴ്സിൽ സോൾവ് ചെയ്യുകയാണെങ്കിൽ അതൊന്ന് ക്രോസ് ചെക്ക് ചെയ്തോളൂ. ഓക്കെ, അപ്പോൾ അതുപോലെ കണ്ടുപിടിക്കാം. നിങ്ങൾ കാൽക്കുലേറ്ററിൽ സോൾവ് ചെയ്താൽ മതി, x1 x2 വാല്യൂസ് കിട്ടും. ക്ലിയർ ആയല്ലോ? ആ ഇന്റർസെക്ഷൻ പോയിന്റ്സ് കിട്ടും. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ അതായത് പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് ടു ലൈൻസ് കാണണമെങ്കിൽ കറസ്പോണ്ടിങ് ലൈൻസിന്റെ ഇക്വേഷൻസ് സോൾവ് ചെയ്യാം. ഇപ്പോൾ ഈ രണ്ട് ഇക്വേഷൻസ് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ നമ്മൾ എങ്ങനെ ഇക്വേഷൻ സോൾവ് ചെയ്യാം? ഏതെങ്കിലും ഒരു കോർഡിനേറ്റ് സെയിം ആക്കും, എന്നിട്ട് സബ്ട്രാക്ട് ചെയ്യുക അല്ലെങ്കിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ വേരിയബിളിനെ എലിമിനേറ്റ് ചെയ്യുക, അതർ വേരിയബിൾ കണ്ടുപിടിക്കാം. ദെൻ നമുക്ക് ഒരു വേരിയബിൾ വെച്ചിട്ട് അതർ വേരിയബിൾ കണ്ടുപിടിക്കാം. അങ്ങനെ അപ്പോൾ 4x1 + 3x2 = 60. നെക്സ്റ്റ് വൺ 3x1 + x2 ആണ്. സോ ഇവിടെ 3x2 ഇവിടെയും ആക്കാൻ വേണ്ടിയിട്ട് ഇത് ഇൻറ്റു 3 എൻറ്റയർലി ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതേപോലെ 9x1 + 3x2 = 90 കിട്ടും. എന്നിട്ട് ഇത് രണ്ടും സബ്ട്രാക്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ -5x1 = -30. അതിൽ നിന്ന് x1 60 കിട്ടും. അപ്പോൾ x2 കണ്ടുപിടിച്ചിട്ട് 30 ഏതെങ്കിലും ഒരു ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, 12 കിട്ടും. അങ്ങനെയാണ് 6,12 നമുക്ക് കിട്ടുന്നത്. ക്ലിയർ ആയല്ലോ? D ആയിട്ട്. ഓക്കെ, അപ്പോൾ ഈ പോയിന്റ് D കണ്ടുപിടിക്കാനുള്ളത് പറഞ്ഞതെന്നാണ്. ഇതേപോലെയാണ് ബാക്കി കണ്ടുപിടിക്കുക. അപ്പോൾ നിങ്ങൾ ആ കറസ്പോണ്ടിങ് ഇക്വേഷൻസ് അത് കറക്റ്റ് ആയിട്ട് എടുക്കുക. അത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന പോയിന്റ് ആണ് ആ കോർണർ പോയിന്റ്. ഇനി നമുക്ക് മാക്സിമം വാല്യൂ കണ്ടുപിടിക്കണം അല്ലേ? സോറി, മിനിമം വാല്യൂ കണ്ടുപിടിക്കണം. സോ അതിന് വേണ്ടിയിട്ട് ഈ ടേബിള് വർക്ക്ഔട്ട് ചെയ്യുക. അതിൽ ഫസ്റ്റ് കോളം ആണ് കോർണർ പോയിന്റ്സ്, നെക്സ്റ്റ് വൺ കോർഡിനേറ്റ്, അതർ വൺ ലാസ്റ്റ് വൺ Z ആണ്. അതായത് ഏതാണ് നമുക്ക് ഓപ്റ്റിമൈസ് ചെയ്യേണ്ടത്, ആ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. ഇപ്പോൾ Z, വാല്യൂ ഓഫ് ദ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ Z. എന്നിട്ട് ആ Z-ന്റെ ഇക്വേഷൻ എഴുതി വയ്ക്കാം. 20x1 + 10x2 നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് അല്ലേ? ഇനി ഫീസിബിൾ റീജിയന്റെ കോർണർ പോയിന്റ്സ് അത് മാത്രമാണ് കൺസിഡർ ചെയ്യേണ്ടത്. കാരണം അതാണല്ലോ നമുക്ക് ആവശ്യം, LPP-യുടെ ഫീസിബിൾ റീജിയൻ. അപ്പോൾ ആ ഫീസിബിൾ റീജിയനിന് 4 അല്ല 5 എത്ര പോയിന്റ്സ് വേണമെങ്കിലും ഉണ്ടാവാം. ഇവിടെ ഇപ്പോൾ നമുക്ക് 4 പോയിന്റ്സ് ആണ് കിട്ടിയത്. ആ 4 പോയിന്റ്സും അതെങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്നും പറഞ്ഞു. ഓക്കെ, ഓൾറെഡി ഉള്ളത് നിങ്ങൾക്ക് ആ പോയിന്റ്സ് ഗ്രാഫ് എന്ന് എഴുതാം, അല്ലാത്തത് ഇതേപോലെ ഇക്വേഷൻസ് സോൾവ് ചെയ്ത് കണ്ടുപിടിക്കാം. അപ്പോൾ എയുടെ കറസ്പോണ്ടിങ് പോയിന്റ് 15,0. Z = 20x1 + 10x2 ആണ്. കറസ്പോണ്ടിങ് x1 x2 അതായത് 15,0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 20 × 15 + 10 × 0. So 20 × 15, 15 × 2 30 ആണ്. 30 again ഈ 0 വരുമ്പോൾ 100. So 300. ക്ലിയർ ആയല്ലോ? അതേപോലെ ബാക്കിയെല്ലാം ചെയ്യാം. BCD. ഓക്കെ, 20 × x1 + 10 × x2 ഇപ്പോൾ 800. അതേപോലെ 20 × 4 + 10 × 18 260. 20 × 6 + 12 × 10 × 12 അപ്പോൾ 240. ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് മിനിമം വാല്യൂ ആണ് വേണ്ടത്. അപ്പോൾ അത് ഏതാ റിക്വയർമെന്റ് അതനുസരിച്ചിട്ട് എഴുതി വെച്ചാൽ മതി. ഇവിടെ ഇപ്പോൾ മിനിമം വാല്യൂ ചോദിച്ചിട്ടുണ്ട്.
സോ ഇതിൽ നിന്ന് മിനിമം വാല്യൂ ഏതായിരിക്കും? നമുക്ക് കിട്ടിയിട്ടുള്ളത് 240 ആണ്, ഏറ്റവും മിനിമം ആയിട്ടുള്ളത് അല്ലേ? അത് occur ചെയ്യുന്ന പോയിന്റ് ഏതാ? അതാണ് ഓപ്റ്റിമം പോയിന്റ് 612. സോ മിനിമം വാല്യൂ ഓഫ് z occurs at the optimum point D 612 and optimal solution എന്ന് പറയുന്നത്, അതായത് ആ ലാസ്റ്റ് ഓപ്റ്റിമം പോയിന്റിലെ ഏത് പോയിന്റിലാണ് ഈ മിനിമം വാല്യൂ occur ചെയ്യുന്നത്, അതാണ് ഓപ്റ്റിമം പോയിന്റ്. അപ്പോൾ ഒപ്റ്റിമൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താ? ഈ ഡിസിഷൻ വേരിയബിൾസിലെ ആ കൺസേൺ ഡിസിഷൻ വേരിയബിൾസ് ചെയ്ത, അതായത് ആ കറസ്പോണ്ടിങ് പോയിന്റ് കോർഡിനേറ്റ് 6,12. ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാക്സിമൈസ് z equal to 12x1 plus 16x2 subject to the constraints 10x1 plus 20x2 less than or equal to 120, 8x1 plus 8x2 less than or equal to 80, x1 and x2 greater than or equal to 0. അപ്പോൾ ഇവിടെ ഈ രണ്ട് കൺസ്ട്രെയിൻസും ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ്. അപ്പോൾ ഇത് ശ്രദ്ധിക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് ഫീസിബിൾ റീജിയൻ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, രണ്ട് കൺസ്ട്രെയിൻസും ലെസ് ദാൻ ഓർ ഈക്വൽ ടു കൺസേൺ ആ കോൺസ്റ്റന്റ് വാല്യൂസ് ആണ്. അപ്പോൾ ആദ്യം തന്നെ ഇക്വാളിറ്റീസിലേക്ക് കൺവേർട്ട് ചെയ്യാം, എന്നിട്ട് കോർഡിനേറ്റ് പോയിന്റ്സ് കണ്ടുപിടിക്കാം. അപ്പോൾ 10x1 plus 20x2 equal to 120 x1 0 ആയിരിക്കുമ്പോൾ 20x2 equal to 120, അതായത് x2 6 കിട്ടും. അതേപോലെ x2 0 ആയിരിക്കുമ്പോൾ എന്താ കിട്ടുക? x2 equal to 0 കൊടുക്കുമ്പോൾ നമുക്ക് 10x1 equal to 120, that is x1 equal to 12. അപ്പോൾ നമുക്ക് പോയിന്റ്സ് കിട്ടി 0,6ഉം 12,0. ഇതേപോലെ തന്നെയാണ് ബാക്കി എല്ലാത്തിലും ചെയ്യേണ്ടത്. അതേപോലെ നെക്സ്റ്റ് ഇക്വാളിറ്റി എടുക്കുക, 8x1 plus 8x2 equal to 80. ഇത് ഈസി ആണല്ലേ, ഒരെണ്ണം 0 ആയി കഴിഞ്ഞാൽ അതർ വൺ 8x2 equal to 80. അതേപോലെ തന്നെയാണ് അതർ കോമ്പിനേഷനും വരും. അപ്പോൾ x1 0 ആയിരിക്കുമ്പോൾ x2 10, x2 0 ആയിരിക്കുമ്പോൾ x1 10. 8ഉം 8ഉം ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 10 ആണ് കിട്ടുക അല്ലേ? രണ്ട് കേസിലും അങ്ങനെ തന്നെയാണ് വരിക. സോ 0 10ഉം 10 0. ഈ പോയിന്റ്സ് ശ്രദ്ധിക്കുക, 0 6 12 0, 0 10 10 0. ഓക്കെ, ഇനി ഇക്വാളിറ്റീസ് ഉണ്ട് ലെസ് ദാൻ ഈക്വൽ ടു 120, ലെസ് ദാൻ ഈക്വൽ ടു 80. ഇനി ഗ്രാഫ് പ്ലോട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടിയ അതായത് ഇനി നമുക്ക് ഇന്റർസെക്ഷൻ പോയിന്റ്സും കോർണർ പോയിന്റ്സും എല്ലാം കണ്ടുപിടിക്കണം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഗ്രാഫ് പ്ലോട്ട് ചെയ്യുമ്പോൾ x1ഉം x2ഉം ആക്സസ് ആയിട്ട് എടുക്കാം. ഇനി നമ്മുടെ ഇക്വാളിറ്റീസ് 8x1 plus 8x2 equal to 80. ആ ഒരു ലൈനിന്റെ പോയിന്റ്സ് ഇതേപോലെ മാർക്ക് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ജോയിൻ ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ രണ്ട് പോയിന്റ്സ് ആണ്. ഓക്കെ, 0,10ഉം 10,0. ഇത് രണ്ടും കൂടി ജോയിൻ ചെയ്ത് കിട്ടുന്ന ലൈനാണ് 8x1 plus 8x2 equal to 80. നെക്സ്റ്റ് ലൈനാണ് 10x1 plus 20x2 equal to 120. അപ്പോൾ അത് ഇതേപോലെ നമുക്ക് കിട്ടിയ രണ്ട് കോർഡിനേറ്റ് പോയിന്റ്സ് അല്ലേ, അത് ജോയിൻ ചെയ്യാം. ഈ രണ്ട് കോർഡിനേറ്റ് പോയിന്റ്സ് കൂടി ജോയിൻ ചെയ്യാം. ഇനി നമുക്ക് തന്നിരിക്കുന്ന കൺസ്ട്രെയിൻ അതിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ് 120ഉം 80ഉം അല്ലേ? അപ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു പറയുമ്പോൾ ആക്ച്വലി അല്ലേ ഇതിന്റെ ഇൻസൈഡ് ആയിട്ടുള്ള ടുവേർഡ്സ് അണ്ടർ അല്ലെങ്കിൽ ലെഫ്റ്റ് എന്ന് പറയുന്ന പോലെ. സോ ആ കേസിൽ രണ്ടിനും കോമൺ ആയിട്ടുള്ള റീജിയൻ നോക്കിയാൽ അറിയാം. നമുക്ക് പോസിറ്റീവ് കൺസ്ട്രെയിൻസ് ആണല്ലോ കൺസിഡർ ചെയ്യുന്നത്, x1 x2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. നമ്മൾ ആ ഫസ്റ്റ് ക്വാഡ്രന്റിൽ തന്നെ എടുത്താൽ മതി. അപ്പോൾ രണ്ടിനും കോമൺ ആയിട്ട് രണ്ട് കൺസ്ട്രെയിൻസിനെയും സാറ്റിസ്ഫൈ ചെയ്യുന്ന റീജിയൻ അപ്പോൾ എന്തായിരിക്കും? ഇതായിരിക്കും. ഈ ഒരു പോർഷൻ വരില്ല കേട്ടോ, കാരണം രണ്ടിനും കോമൺ ആയിട്ടുള്ള റീജിയൻ ഇതാണ്. സോ അതിന്റെ കോർണർ പോയിന്റ്സ് കണ്ടുപിടിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സോൾവ് ചെയ്യാം ഇക്വേഷൻസ്. ഇവിടെ ഓൾറെഡി ഈ ഒരു പോയിന്റ് അറിയാം, ഇതറിയാം. O എന്ന് പറയുന്നത് ഒറിജിൻ ആണ്. O മീൻസ് A ആണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ മാർക്ക് ചെയ്യാം. A അത് ഒറിജിൻ ആണ് 0 0. B നമുക്ക് ഓൾറെഡി അറിയാം 10,0. C എന്ന് പറയുന്നത് പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ. അപ്പോൾ ഈ രണ്ട് ലൈൻസും സോൾവ് ചെയ്യാം. അപ്പോൾ വാല്യൂ നമുക്ക് കിട്ടുന്നത് C എന്ന് പറയുന്നത് ഈ ഒരു പോയിന്റ് ആണ് 8,2. ക്ലിയർ ആയല്ലോ? B നമുക്ക് ഓൾറെഡി അറിയാം. ഓക്കെ, ഈ രണ്ട് ഇക്വേഷൻസ് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പോയിന്റ് C, ദാറ്റ് ഇസ് 8,2. ആൻഡ് ഡിയും ഓൾറെഡി അറിയാം 0,6. അപ്പോൾ എല്ലാം കോർണർ പോയിന്റ്സ് കോർഡിനേറ്റ്സ് കിട്ടിയല്ലോ, A, B, C, D. ഇപ്പോൾ ഫീസിബിൾ റീജിയന്റെ എല്ലാം കോർഡിനേറ്റ് അല്ലെങ്കിൽ കോർണർ പോയിന്റ്സ് കിട്ടി. കറസ്പോണ്ടിങ് Z വാല്യൂ കണ്ടുപിടിക്കാം. Z നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള 12x1 plus 16x2 ആണ്. ക്ലിയർ ആയല്ലോ? ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ളത് മാക്സിമം വാല്യൂ ഓഫ് Z ആണ്. അപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട്, അതായത് 0 0 നമുക്കറിയാം 12x1 plus 16x2 0 ആയിരിക്കും. അതേപോലെ 12 into 10 plus 16 into 0 120.
12 into 8 plus 16 into 2, 128. 12 into 0 plus 16 into 6, that is 96. അപ്പോൾ ഇതിലെ മാക്സിമം വാല്യൂ ഒക്കർ ചെയ്യുന്നത് ഏത് പോയിന്റിലാണ്? 128 അല്ലേ? അത് ഒക്കർ ചെയ്യുന്നത് 8,2ലാണ്. അപ്പം അതാണ് ഓപ്റ്റിമൽ സൊല്യൂഷൻ. മനസ്സിലായല്ലോ? അതായത് ഓപ്റ്റിമൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് x1 8ഉം x2 2ഉം. ഇനി ഞാൻ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്ത പോലെ തന്നെ ഇതിൽ ജസ്റ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, എങ്ങനെയാണ് പോയിന്റ് സി കണ്ടുപിടിക്കുന്നത്? ഈ രണ്ട് ഇക്വേഷൻസും സോൾവ് ചെയ്യാം. അപ്പോൾ ഇതേപോലെ ഏതെങ്കിലും ഒരു കോർഡിനേറ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വേരിയബിൾ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. അപ്പോൾ 1 into 10 minus 2 into 8 ചെയ്തു. എന്നിട്ട് x1ന്റെ കോഎഫിഷ്യന്റ് സെയിം ആക്കി 80 എന്നിട്ട് സബ്ട്രാക്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്ക് 80 minus 160 that is minus 80x2 equal to 800 minus 960 എത്രയാണ്? minus 160. അത് സോൾവ് ചെയ്താൽ x2 equal to 2 കിട്ടും. എന്നിട്ട് ഏതെങ്കിലും ഒരു ഇക്വേഷൻ 1 or 2ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് x1 കണ്ടുപിടിക്കാം. അപ്പോൾ 8x1 plus 8x2, x2 2 കിട്ടിയില്ലേ? equal to 80. അതിൽ നിന്ന് x1ന്റെ വാല്യൂ കണ്ടുപിടിക്കുക. 8x1 equal to 64 കിട്ടും. that is x1 equal to 8. അങ്ങനെയാണ് സിയുടെ വാല്യൂ 8,2 പോയിന്റ് നമ്മൾ കണ്ടുപിടിക്കണം. Next question. Solve the LPP by graphical method. Maximize z equal to 3x1 plus 2x2 subject to the constraints x1 minus x2 less than or equal to 1, x1 plus x2 greater than or equal to 3, both x1 x2 are greater than or equal to 0. Positive. അപ്പോൾ ഈ രണ്ട് കൺസ്ട്രെയിൻസ് ഇനീക്വാളിറ്റീസ് ശ്രദ്ധിക്കാം. ഓക്കെ, സെയിം അല്ല. x1 minus x2 less than or equal to 1ഉം 1ന് പ്രീവിയസ് ആയിട്ടുള്ള. ഓക്കെ, x1 plus x2 greater than or equal to 3 ആഫ്റ്റർ 3 ഉള്ളത്. ഇങ്ങനെയാണ് രണ്ട് ഇനീക്വാളിറ്റീസ് തന്നിട്ടുള്ളത്. അപ്പോൾ ഫീസിബിൾ റീജിയൻ രണ്ടിന് കോമൺ ആയിട്ടുള്ള രീതിയിൽ വേണം കൺസിഡർ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഇക്വാളിറ്റി x1 minus x2 equal to 1. അഗെയിൻ x1 0 കൊടുക്കുമ്പോൾ x2 equal to -1. കാരണം നമുക്ക് minus x2 equal to 1 കിട്ടും. അപ്പോൾ x2 equal to -1. അപ്പോൾ അതിന്റെ കറസ്പോണ്ടിങ് പോയിന്റ് അപ്പോൾ തന്നെ എഴുതി വയ്ക്കുക, 0 -1. നെക്സ്റ്റ് x2 equal to 0 കൊടുക്കുമ്പോൾ x1 എന്ന് പറയുന്നത് 1 കിട്ടും അല്ലേ? അപ്പോൾ 1,0. അതേപോലെ നെക്സ്റ്റ് ഇക്വാളിറ്റി x1 plus x2 equal to 3. അഗെയിൻ ഇവിടെ ഈസിയാണ്, ഒരെണ്ണം 0 കൊടുക്കുമ്പോൾ അത് 1 3 കിട്ടും. സോ 0,3യും 3,0 ആണ് പോയിന്റ്സ്. ഓക്കെ, ഇനി നമുക്ക് ഗ്രാഫ് പ്ലോട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞു ഫീസിബിൾ റീജിയൻ രണ്ട് കൺസ്ട്രെയിൻസും സാറ്റിസ്ഫൈ ചെയ്യുന്ന റീജിയൻ കോമൺ റീജിയൻ ആയിരിക്കണം. അപ്പോൾ രണ്ട് ലൈൻസ് പ്ലോട്ട് ചെയ്യാം. x1 minus x2 equal to 1. ഓക്കെ, ആ പോയിന്റ്സ് പ്ലോട്ട് ചെയ്യാം. ഈ രണ്ട് പോയിന്റ്സ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ലൈൻ കിട്ടി. അഗെയിൻ x1 plus x2 equal to 3 എന്ന് പറയുന്ന ലൈൻ ഇതേപോലെ ഈ രണ്ട് പോയിന്റ്സ് ജോയിൻ ചെയ്തിട്ട് കിട്ടി, 0 3 30. ഇനി നമുക്ക് ഇനീക്വാളിറ്റീസ് നോക്കാം. x1 minus x2 is less than or equal to 1 and x1 plus x2 is greater than or equal to 3. ഓക്കെ, ശ്രദ്ധിക്കണം. x1 minus x2 less than or equal to 1. അപ്പോൾ ഓൾറെഡി നമ്മളോട് ഡിസിഷൻ വേരിയബിൾസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ശ്രദ്ധിക്കണം. പോസിറ്റീവ് ആണ്. സോ ഫസ്റ്റ് ക്വാഡ്രന്റ് ആ കേസ് എടുത്താൽ മതി. ഇനി ഈ ഈ ഇനീക്വാളിറ്റി ചെക്ക് ചെയ്യാം. x1 minus x2 less than or equal to 1. ഇതാണ് 1 അല്ലെ? ഇതാണ് കറസ്പോണ്ടിങ് ലൈൻ. അപ്പോൾ ഈ ലൈനിന്റെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറയുമ്പോൾ ഇവിടെയാണ് വരിക. ഫസ്റ്റ് ക്വാഡ്രന്റിൽ മാത്രമാണ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആയാലും. ഇനി x1 plus x2 greater than or equal to 3. അപ്പോൾ 3ക്ക് ഗ്രേറ്റർ ആയിട്ടുള്ള ഈ ഒരു പോയിന്റ് ആണ് 3. ഇതാണ് ലൈൻ. ഓക്കെ, ഈ ലൈനിന് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 3 പറയുമ്പോൾ ഇതേ അല്ലെ എബവ് 3 എന്നുള്ള വാല്യൂ വരും. ഇനി ഈ രണ്ടിനും കോമൺ ആയിട്ടുള്ള റീജിയൻ ആണ് ഇപ്പോൾ ഇവിടെ ഷെയ്ഡ് ചെയ്തിട്ടുള്ളത്. ക്ലിയർ ആയല്ലോ? ഈ രണ്ട് കൺസ്ട്രെയിൻസും സാറ്റിസ്ഫൈ ചെയ്യുന്ന റീജിയൻ, അതാണ് ഫീസിബിൾ റീജിയൻ. ഇപ്പോൾ ക്ലിയർ ആയോ എങ്ങനെയാണ് ഫീസിബിൾ റീജിയൻ കണ്ടുപിടിക്കുക എന്നുള്ളത്? സോ ഇതാണ് ഫീസിബിൾ റീജിയൻ. ഇനി നമുക്ക് വാല്യൂ നോക്കാം. അതായത് മാക്സിമം വാല്യൂ ആണ് ചോദിച്ചിട്ടുള്ളത്. പക്ഷേ ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇത് അൺബൗണ്ടഡ് ആണ്. ഈ ബൗണ്ടഡ് ആൻഡ് അൺബൗണ്ടഡിന്റെ മീനിങ് എന്താ? ബൗണ്ടഡ് എന്ന് പറയുമ്പോൾ ഒരു ബൗണ്ടറി, ഒരു ഇതേപോലെ ബൗണ്ടറി നമുക്ക് സ്പെസിഫിക് ആയിട്ട് വാല്യൂ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും, മെൻഷൻ ചെയ്യാൻ പറ്റും. അൺബൗണ്ടഡ് എന്ന് പറയുമ്പോൾ എന്താ? ബൗണ്ടറി ഇല്ല, ലിമിറ്റേഷൻ ഇല്ല എന്നുള്ളതിൽ അല്ലെ? ദാറ്റ് മീൻസ് അപ് ടു ഇൻഫിനിറ്റി ഇതുണ്ട്, ശരിയല്ലേ? അപ്പോൾ നമുക്കിവിടെ z of a
6ഉം z ഓഫ് ബി 8ഉം ആണ്. ഇപ്പോൾ ഓൾറെഡി നമുക്ക് കിട്ടിയ ഫീസിബിൾ റീജിയൻ്റെ രണ്ട് കോർണർ പോയിന്റ്സ് മെൻഷൻ ചെയ്യാൻ പറ്റുന്നത് ഈ രണ്ട് പോയിന്റ്സ് ആണ്, എ ആൻഡ് ബി. ബാക്കി അൺബൗണ്ടഡ് ആയതുകൊണ്ട് നമുക്ക് അറിയില്ല ഏത് വരെയാണെന്നുള്ളത്. സോ ഈ പറയുന്ന എ ആൻഡ് ബിയിൽ നമുക്ക് z കണ്ടുപിടിക്കാൻ പറ്റും. എ എന്ന് പറയുന്നത് 0,3 ആൻഡ് ബി എന്ന് പറയുന്നത് 2,1. ഈ 2,1 എങ്ങനെ കണ്ടുപിടിക്കാം? ഈ രണ്ട് ലൈൻസ് സോൾവ് ചെയ്യാം കേട്ടോ. x1 മൈനസ് x2 = 1ഉം x1 പ്ലസ് x2 = 3ഉം. ഇത് രണ്ടും സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ കിട്ടും 2,1. ഇനി z നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് അല്ലെ, അതിൽ ഈ കൺസേൺഡ് എയും ബിയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ z ഓഫ് എ നമുക്ക് കിട്ടുന്നത് 6 ആണ്. ഓക്കെ, zന്റെ ഇക്വേഷനിൽ കറസ്പോണ്ടിങ് പോയിന്റ് എ എന്ന് പറയുന്ന പോയിന്റ് എ എന്താ 0,3. അപ്പോൾ ആ ഇക്വേഷനിൽ നമുക്ക് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 6 കിട്ടും. അതേപോലെ z ഓഫ് ബി, ബി ഇപ്പോൾ രണ്ട് ഇക്വേഷൻസ് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 2,1 കിട്ടും. അപ്പോൾ കറസ്പോണ്ടിങ് 2ഉം 1ഉം തന്നിരിക്കുന്ന സെറ്റിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്ന വാല്യൂ 8 ആണ്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് 8 ആണ് മാക്സിമം വാല്യൂ. പക്ഷേ നമുക്കത് അൺബൗണ്ടഡ് ആണ് അല്ലേ, കാരണം എന്തായാലും zന്റെ വാല്യൂ ഈ പറയുന്ന 8നേക്കാൾ ഗ്രേറ്റർ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം നമുക്ക് ബൗണ്ടഡ് അല്ലാത്തതുകൊണ്ട് ഇനിയും കുറേ പോയിന്റ്സ് വരാം, കോർഡിനേറ്റ്സ് വരാം. അപ്പോൾ അവിടെയൊക്കെ ഈ പറയുന്ന zന്റെ വാല്യൂ മാക്സിമം വരാം. അപ്പോൾ ഹെൻസ് ദ പ്രോബ്ലം ഹാസ് ആൻ അൺബൗണ്ടഡ് സൊല്യൂഷൻ. ദാറ്റ് മീൻസ് z max occurs at infinity. നമുക്ക് കോമൺ ആയിട്ട് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ഏത് പോയിന്റ്, അതായത് ഒപ്റ്റിമൽ പോയിന്റ് ആയിട്ട് ഇന്ന പോയിന്റ് ആണ് നമുക്ക് സ്പെസിഫൈ ചെയ്ത് പറയാൻ പറ്റില്ല, കാരണം അൺബൗണ്ടഡ് ആണ്. ഓക്കെ, നെക്സ്റ്റ് LPPയുടെ ഇതേപോലെ ഒരു ആപ്ലിക്കേഷൻ പ്രോബ്ലം ആണ്. A manufacturer of a line of patent medicines is preparing a production plan on medicines A and B. Okay, patent medicines produce ചെയ്യുന്ന ഒരു അതിന്റെ മാനുഫാക്ചറർ ഒരു പ്രൊഡക്ഷൻ പ്ലാൻ മെഡിസിൻസ്, അതായത് A and B ആണ് മെഡിസിൻസ്, അതിലൊരു പ്രൊഡക്ഷൻ പ്ലാൻ പ്രിപ്പയർ ചെയ്യണം. There are sufficient ingredients available. അപ്പോൾ എന്തായാലും അത് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ ഇൻഗ്രീഡിയൻസ് വേണം, അതിനുള്ള സഫീഷ്യൻ്റ് ആയിട്ടുള്ള ക്വാണ്ടിറ്റി അവൈലബിൾ ആണ്. അതും എയുടെ 20,000 ബോട്ടിൽസ് ആണ് അവൈലബിൾ, 40,000 bottles of B. But there are only 45,000 bottles into which either of the medicines can be put. അപ്പോൾ ശ്രദ്ധിക്കുക, അതായത് there are sufficient ingredients available to make 20,000 bottles of A and 40,000 bottles of B. ക്ലിയർ ആയല്ലോ? അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇൻഗ്രീഡിയൻസ്, ഇപ്പോൾ ഉള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് എയുടെ 20,000 ബോട്ടിൽസും ബിയുടെ 40,000 ബോട്ടിൽസും പ്രിപ്പയർ ചെയ്യാൻ പറ്റും, ആ ഒരു എഫിഷ്യൻസി ഉണ്ട്. പക്ഷെ 45,000 ബോട്ടിൽസ് മാത്രമേ ഉള്ളൂ. ക്ലിയർ ആയല്ലോ? കോൺസെപ്റ്റ് ആ കൺഫ്യൂഷൻ ഇല്ലാതെ മനസ്സിലാക്കുക. അപ്പോൾ ഒരു മാനുഫാക്ചറർ A and B എന്ന് പറയുന്ന മെഡിസിൻസിനെ ബേസ് ചെയ്തിട്ട് പേറ്റന്റ് മെഡിസിൻസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു പ്രൊഡക്ഷൻ പ്ലാൻ പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ എന്തായാലും അതിന് ആവശ്യത്തിനുള്ള ഇൻഗ്രീഡിയൻസ് ബേസ് ചെയ്ത് പറയുകയാണെങ്കിൽ എക്ക് ഇതേപോലെ എ എന്ന് പറയുന്ന മെഡിസിൻ്റെ 20,000 ബോട്ടിൽസ് പ്രിപ്പയർ ചെയ്യാൻ പറ്റും, ബിയുടെ ഇതേപോലെ 40,000 ബോട്ടിൽസും പ്രിപ്പയർ ചെയ്യാൻ പറ്റും. പക്ഷെ ടോട്ടൽ എത്രയേ ഉള്ളൂ? 45,000 ബോട്ടിൽസ്. അതിൽ ഇതേപോലെ ഏതർ ഓഫ് ദ മെഡിസിൻസ് ക്യാൻ ബി പുട്ട്. അപ്പോൾ അതൊരു കൺസ്ട്രെയിൻഡ് ആണ്, അത് മനസ്സിലാക്കുക. Furthermore, it takes 3 hours to prepare enough material to fill 1,000 bottles of A. അതുമാത്രമല്ല 3 hours ആണ് ടൈം ആവശ്യമുള്ളത്, അതും 1,000 bottles of A, അതായത് 1,000 bottles of A എന്ന് പറയുന്ന മെഡിസിനെ ഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇനഫ് മെറ്റീരിയൽസ് വേണമല്ലോ. അതിന് ആവശ്യമായിട്ടുള്ള ടൈം എന്ന് പറയുന്നത് 3 hours ആണ്. 3 hours ആവശ്യമുണ്ട്. അതേപോലെ തന്നെ ബിയുടെ കേസ് എടുക്കുകയാണെങ്കിൽ 1 hour ടു പ്രിപ്പയർ ഇനഫ് മെറ്റീരിയൽസ് ടു ഫിൽ 1,000 bottles of B. അപ്പോൾ അതേ സമയം സിമിലർലി ബിക്ക് 1,000 bottles of B ഫിൽ ചെയ്യാനുള്ള മെറ്റീരിയൽസ് എടുക്കുന്ന ടൈം 1 hour ആണ്. ആൻഡ് ദർ ആർ 66 hours അവൈലബിൾ. അപ്പോൾ അതും ഒരു കൺസ്ട്രെയിൻ, അതായത് 66 hours അവൈലബിൾ ആയിട്ടുള്ളൂ. ക്ലിയർ ആയല്ലോ? ഫോർ ദിസ് ഓപ്പറേഷൻ ദ പ്രോഫിറ്റ് ഇസ് ₹8 per bottle for A and ₹7 per bottle for B. മനസ്സിലായല്ലോ? അപ്പോൾ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഇതാണ് വരിക, പ്രോഫിറ്റ് ആണ്. അതും A എന്ന് പറയുന്ന മെഡിസിൻ്റെ 8 rupees ആണ് പെർ ബോട്ടിലും, അതുമാത്രമല്ല ₹7 per bottle of B ആണ്. ഇതാണ് നമുക്ക് പ്രോഫിറ്റ്. സോൾവ് ദ പ്രോബ്ലം ടു മാക്സിമൈസ് ദ പ്രോഫിറ്റ്. അപ്പോൾ നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ Z എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആണ്. അപ്പോൾ എന്തായാലും പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യണം. അപ്പോൾ കൺസ്ട്രെയിൻസ് എന്താണ് മനസ്സിലാക്കുക. ക്ലിയർ ആയല്ലോ?
അപ്പോൾ ഇനി നമ്മൾ ആക്ച്വൽ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനും കൺസ്ട്രെയിൻസും ഇതെല്ലാം ഫോർമുലേറ്റ് ചെയ്യാൻ പോവാണ് നമുക്ക് തന്നിരിക്കുന്ന പ്രോബ്ലത്തിൽ നിന്ന്. ശ്രദ്ധിക്കുക, ലെറ്റ് ദ പ്രൊഡക്ഷൻ ഓഫ് ഈച്ച് ഓഫ് എ ആൻഡ് ബി ആർ x1 യൂണിറ്റ് ബോട്ടിൽസ് ആൻഡ് x2 യൂണിറ്റ് ബോട്ടിൽസ്. അതായത് എയുടെ x1 ബോട്ടിൽസ് ആണ് പ്രൊഡക്ഷൻ. അത് മനസ്സിലാക്കുക കേട്ടോ. അതായത് ഡിസിഷൻ വേരിയബിൾസ് ഈ പറയുന്ന എ ആൻഡ് ബി മെഡിസിൻസിന്റെ ഡിസിഷൻ വേരിയബിൾസ് ആണ് നമ്മൾ എടുക്കണം. അപ്പോൾ എക്ക് കറസ്പോണ്ടിങ് ആയിട്ട് x1 യൂണിറ്റ് ബോട്ടിൽസും x2 നമ്പർ ഓഫ് ബോട്ടിൽസ് ഒക്കെ പറയില്ല, അപ്പോൾ യൂണിറ്റ് ബോട്ടിൽസ് അത്രയും യൂണിറ്റ് ബോട്ടിൽസ്. ക്ലിയർ ആയല്ലോ? ബിയുടെ കറസ്പോണ്ടിങ് x2 യൂണിറ്റ് ബോട്ടിൽസ്. ഇതാണ് പ്രൊഡക്ഷൻ. ഓക്കെ, ഇനി സിൻസ് പ്രോഫിറ്റ് ഓൺ ഈച്ച് ബോട്ടിൽ ഓഫ് എ ആൻഡ് ബി നമുക്ക് അത് തന്നിട്ടുണ്ട്. ₹8ഉം ₹7 ആണ്. ഓക്കെ, പെർ ബോട്ടിൽ ആണത് ഈ പറയുന്നത്. 8 പെർ ബോട്ടിൽ ഓഫ് എയും 7 പെർ ബോട്ടിൽ ഓഫ് ബിയും. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് x1 ബോട്ടിൽസ് ഓഫ് എയും x2 ബോട്ടിൽസ് ഓഫ് ബി ആണ്. അപ്പോൾ ടോട്ടൽ എത്ര വരും? പെർ ബോട്ടിൽ 8 ആണെങ്കിൽ x1 ബോട്ടിൽസിന്റെ എത്ര വരും? 8x1. സിമിലർലി ബിയുടെ കേസിൽ ടോട്ടൽ x2 ബോട്ടിൽസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. പെർ ബോട്ടിൽ ₹7 ആണ് പ്രോഫിറ്റ്. അപ്പോൾ പ്രോഫിറ്റ് ഓഫ് x2 ബോട്ടിൽസ് ഓഫ് ബി എന്ത് വരും? 7x2. ഇനി ഇത് രണ്ടും കൂടി ക്ലബ് ചെയ്യണം, നമുക്ക് ടോട്ടൽ പ്രോഫിറ്റ് കിട്ടും. അപ്പോൾ ടോട്ടൽ പ്രോഫിറ്റ് ഓൺ ദ ബോട്ടിൽസ്, അതാണ് നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ z. എന്തായിരിക്കും? ഇത് രണ്ടിന്റെയും ക്ലബ് ചെയ്തിട്ടുള്ള, കമ്പൈൻ ചെയ്തിട്ടുള്ള 8x1 plus 7x2. ഇനി നമുക്ക് ഈ പറയുന്ന z-നെ മാക്സിമൈസ് ചെയ്യാം. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമുക്ക് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ കിട്ടി. ഇനി നമുക്ക് കൺസ്ട്രെയിൻസ് കൺസിഡർ ചെയ്യാം. ഇപ്പോൾ ടൈം കൺസ്ട്രെയിന്റ് ഒന്ന് തന്നിട്ടുണ്ട്. അതായത് ഇറ്റ് ടേക്സ് 3 hours and 1 hour to prepare enough material to fill 1000 bottles of A and B respectively. അല്ലെ? അപ്പൊ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് x1 ബോട്ടിൽസ് ഓഫ് എയും x2 ബോട്ടിൽസ് ഓഫ് ബി ആണ്. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന x1 ബോട്ടിൽസ് ഓഫ് എയും x2 ബോട്ടിൽസ് ഓഫ് ബിയും പ്രിപ്പയർ ചെയ്യാൻ എടുക്കുന്നത്, അതായത് ആ ടൈം കൺസ്ട്രെയിന്റ് എന്തായിരിക്കും? 3x1/1000 hours-ഉം x2/1000 hours-ഉം. അപ്പൊ ഇത് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ 1000 bottles of A, ഓക്കെ, അത് എടുക്കുന്ന ടൈമാണ് 3 hours. ക്ലിയർ ആയല്ലോ? സോ ജസ്റ്റ് 1 bottle of A, 1 bottle of എയുടെ എത്രയായിരിക്കും? അപ്പോൾ ഈ 1000 ജസ്റ്റ് നമ്മൾ റൈറ്റ് സൈഡിൽ കൊണ്ടുപോകും. അപ്പോൾ 3/1000 കിട്ടും. ഇനി നമ്മൾ കൺസിഡർ ചെയ്യുന്നത് x1 ബോട്ടിൽസ് ഓഫ് എ ആണ്. അപ്പോൾ ഇത് ഇൻറ്റു x1, ആ സിമ്പിൾ നമ്മൾ സാധാരണ എടുക്കുന്ന കോൺസെപ്റ്റ്. അങ്ങനെയാണ് ഈ 3x1/1000 hours കിട്ടുന്നത്. ഇത് ടൈം കൺസ്ട്രെയിന്റ് ആണ്, അത് നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, കാരണം ടൈം കൺസ്ട്രെയിന്റ് ആണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ 3 hours, 1000 ബോട്ടിൽസ് 3 hours. അങ്ങനെയാണെങ്കിൽ ഒരു ബോട്ടിൽ 3/1000 ആണ് അല്ലെ? ഒരു 1000 ബോട്ടിൽസ് 3 hours. ഈ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കുക, കൺഫ്യൂഷൻ മാറും. 1000 ബോട്ടിൽസ് ഓഫ് എ റിക്വയർസ് 3 hours. അപ്പോൾ 1 ബോട്ടിൽ ആണെങ്കിൽ 3/1000. അതുപോലെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് x1 ആയതുകൊണ്ട് x1 ബോട്ടിൽസിന്റെ അപ്പം എന്താ? 3/1000 ഇൻറ്റു x1. അതേപോലെ തന്നെ x2ന്റെ കേസ് 1000 ബോട്ടിൽസ് ഓഫ് ബി, അതിന് 1 hour ആണ് റിക്വയർമെന്റ്. അപ്പോൾ 1 ബോട്ടിൽ ഓഫ് ബി എന്തായിരിക്കും? 1 ബോട്ടിൽ ഓഫ് ബി ഇതേപോലെ 1/1000. ഇനി നമ്മൾ കൺസിഡർ ചെയ്യുന്നത് x2 ബോട്ടിൽസ് ഓഫ് ബി ആണ്. അപ്പോൾ ഇതിൻ്റെ x2 ചെയ്യാം. സോ x2/1000 hours. ഇതാണ് ടൈം കൺസ്ട്രെയിന്റ്. ക്ലിയർ ആയല്ലോ? ഇനി ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്യണം. നമുക്ക് ആക്ച്വലി എത്ര അവേഴ്സ് അവൈലബിൾ ആയിട്ടുള്ളത്? 66 hours എന്ന് പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായല്ലോ? അപ്പൊ മാക്സിമം ലിമിറ്റ് ആണത്. സോ നമ്മുടെ ഈ കമ്പൈൻഡ് എ ആൻഡ് ബി, ഈ രണ്ട് ബോട്ടിൽസിന്റെ ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ച ടൈം കൺസ്ട്രെയിന്റ് ഇല്ലേ, അത് രണ്ടിന്റെയും കോമ്പിനേഷൻ, അതായത് 3x1/1000 പ്ലസ് x2/1000, ഇറ്റ് മസ്റ്റ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 66 hours. ഇപ്പൊ ക്ലിയർ ആയല്ലോ? ഇങ്ങനെയാണ് കൺസ്ട്രെയിന്റ് ഫോം ചെയ്യണത് എന്നുള്ളത്. ഇനി ഇതിൽ കോമൺ ആയിട്ട് ഈ 1000 എന്ന് പറയുന്നത് നമ്മൾ ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്യുക 1000. ഓക്കെ, അപ്പോൾ ജസ്റ്റ് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ത്രൂ ഔട്ട് 1000 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ 1000 പോയി ഇവിടെ 1000 വരും. ക്ലിയർ ആയല്ലോ? സോ 3x1 പ്ലസ് x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 66,000. ഇതാണ് നമ്മുടെ ഒരു കൺസ്ട്രെയിന്റ്, ടൈം കൺസ്ട്രെയിന്റ്. അപ്പോൾ ഇനി അടുത്തത് അവൈലബിലിറ്റി ഓഫ് റോ മെറ്റീരിയൽസ്. ഓക്കെ, അവൈലബിലിറ്റി ഓഫ് റോ മെറ്റീരിയൽസ്, അതാണ് അടുത്ത കൺസ്ട്രെയിന്റ്. അത് നമുക്ക് തന്നിട്ടുണ്ട്. x1 എന്ന് പറയുന്നത് മാക്സിമം 20,000 ആണ് ബോട്ടിൽ എയുടെ.
അപ്പോൾ x1 should be less than or equal to 20,000. അതേപോലെ ബോട്ടിൽ ബിയുടെ 40,000 ആണ് മാക്സിമം ലിമിറ്റ്. അപ്പോൾ x2 must be less than or equal to 40,000. ക്ലിയർ ആയല്ലോ? അപ്പോൾ റോ മെറ്റീരിയൽ അവൈലബിലിറ്റി എന്ന് പറയുന്നത് നമുക്ക് കിട്ടി. x1 less than or equal to 20,000 ഉം x2 less than or equal to 40,000 ഉം. ഇനി നമുക്ക് എപ്പോഴും രണ്ടിനെയും കമ്പൈൻഡ് ആണ് വേണ്ടത് അല്ലേ? കമ്പൈൻഡ്. അത് മാത്രമല്ല കമ്പൈൻഡ് പ്രൊഡക്ഷൻ ലിമിറ്റ് തന്നിട്ടുണ്ട് 45,000. ഓക്കെ, അതും ലിമിറ്റ് തന്നിട്ടുണ്ട്, കൺസ്ട്രെയിൻഡ് ആയിട്ട് തന്നിട്ടുണ്ട്. 45,000 മാത്രമേ പറ്റുള്ളൂ എന്നുള്ളത്. സോ ഇത് രണ്ടിൻ്റെയും, അതായത് x1 പ്ലസ് x2 രണ്ടിൻ്റെയും കമ്പൈൻഡ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് മസ്റ്റ് ബി ലെസ് ദാൻ 45,000. ഈ കൺസ്ട്രെയിൻസ് ക്ലിയർ ആയല്ലോ? ഇതെങ്ങനെയാണ് ഫോം ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കുക. അത് ബൈ ഹാർട്ട് ചെയ്യാൻ പറ്റില്ല കേട്ടോ, ഓരോന്നിനും ഡിഫറെൻറ്റ് കേസസ് ആണ്. അതുകൊണ്ടാണ് ഈ ആപ്ലിക്കേഷൻ പ്രോബ്ലം ഇൻക്ലൂഡ് ചെയ്തത്. ഫസ്റ്റ് ഓഫ് ഓൾ ടൈം കൺസ്ട്രെയിൻ ആണ് പറഞ്ഞത്. ഓരോന്നിനെയും സെപ്പറേറ്റ് ആയി എടുത്തിട്ട് കമ്പൈൻഡ് എന്താണ് കൺസ്ട്രെയിൻ തന്നിരിക്കണം അത് എഴുതാം. സിംപ്ലിഫൈഡ് ഫോമിലാക്കാൻ പറ്റുകയാണെങ്കിൽ ചെയ്യാം. അടുത്തത് ഇതേപോലെ റോ മെറ്റീരിയൽ അവൈലബിലിറ്റി നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ രണ്ടിനെയും കമ്പൈൻഡ് ആയിട്ടും തന്നിട്ടുണ്ട് കൺസ്ട്രെയിൻ. അപ്പോൾ x1 പ്ലസ് x2 ലെസ് ദാൻ 45,000. ഇനി നമുക്കറിയാം x1 x2 പറയുന്നത് എന്തായാലും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. ഇനി മാത്തമാറ്റിക്കൽ ഫോർമുലേഷൻ ഓഫ് ഗിവൺ LPP. ഇതാണ് ആക്ച്വൽ ഫോർമുലേഷൻ കേട്ടോ. നമ്മളിപ്പോൾ എല്ലാം കൂടിയിട്ട് എഴുതാൻ പോവാണ്. മാക്സിമൈസ്, അതായത് ഫസ്റ്റ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എഴുതുക. ആദ്യം ഡിസിഷൻ വേരിയബിൾസ് ഒക്കെ നമുക്ക് കൺസെന്റ് കിട്ടിയല്ലോ. എക്ക് കറസ്പോണ്ടിങ് x1, ബി മെഡിസിന് കറസ്പോണ്ടിങ് x2, ബോട്ടിൽ യൂണിറ്റ് ബോട്ടിൽസ്. സോ ഡിസിഷൻ വേരിയബിൾസ് x1 x2 കിട്ടി. അതെല്ലാം നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ കിട്ടി z ഈക്വൽ ടു 8x1 പ്ലസ് 7x2. ഈ z എന്ന് പറയുന്നത് എന്താണ്? ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ പ്രോഫിറ്റ് ആണ്. അത് നമുക്ക് മാക്സിമൈസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ആദ്യം കിട്ടി. 8x1 പ്ലസ് 7x2 ആണ്. ഇനി സബ്ജക്ട് ടു ദ കൺസ്ട്രെയിൻസ് ഇങ്ങനെ എടുത്ത് എഴുതുക കേട്ടോ, അതിനൊക്കെ മാർക്സ് ഉണ്ട്. 3x1 പ്ലസ് x2 ലെസ് ദാൻ ഈക്വൽ ടു 66,000, x1 ലെസ് ദാൻ ഈക്വൽ ടു 20,000, സിമിലർലി x2 ലെസ് ദാൻ ഈക്വൽ ടു 40,000. ഓരോ കൺസ്ട്രെയിൻസും അത് ഏതെല്ലാം ഉണ്ടോ അതെല്ലാം എടുത്തെഴുതണം കേട്ടോ. ഒരെണ്ണം പോലും സ്കിപ്പ് ചെയ്യരുത്. കാരണം നമുക്ക് ഗ്രാഫിക്കലി ഇതുപോലെ പ്ലോട്ട് ചെയ്യുമ്പോൾ ഇതിനെല്ലാത്തിനും കോമൺ ആയിട്ടുള്ള ഒരു റീജിയൻ വേണം ഫീസിബിൾ ആയിട്ട് കണ്ടുപിടിക്കാൻ. ഒരെണ്ണം പോലും സ്കിപ്പ് ആവരുത്. സ്കിപ്പ് ചെയ്താൽ എല്ലാം തെറ്റും. നെക്സ്റ്റ് വൺ x1 പ്ലസ് x2 ലെസ് ദാൻ ഈക്വൽ ടു 45,000. ലാസ്റ്റ് വൺ x1 x2 ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0. ഇനി നമുക്ക് ഗ്രാഫ് പ്ലോട്ട് ചെയ്യാം. ഈ കൺസ്ട്രെയിൻസ് എല്ലാം ബേസ് ചെയ്തിട്ട് നമുക്ക് ഗ്രാഫ് പ്ലോട്ട് ചെയ്യാം. സോ പ്ലോട്ട് x1 x2 as ആക്സിസ്. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് രണ്ട്, അതായത് ഇക്വാളിറ്റീസ് നമ്മൾ സാധാരണ എടുക്കാറില്ലേ, 3x1 പ്ലസ് x2 ഈക്വൽ ടു 66,000. ഓക്കെ, അപ്പൊ ഇതേപോലെ x2ന് 0 കൊടുക്കുമ്പോൾ x1 എന്ത് കിട്ടും? അതായത് 66,000 by 3 ദാറ്റ് ഇസ് 22,000. ഇത് വൃത്തിയായി പ്ലോട്ട് ചെയ്യാം കേട്ടോ. 22,000, 0 പോയിന്റ് കിട്ടിയല്ലോ. അപ്പൊ അതാണ് 22,000, 0. ഓക്കെ, ഈ ഒരു പോയിന്റ്. അതേപോലെ x1 ന് 0 കൊടുക്കാം. ഇതിൽ x1 ന് 0 കൊടുത്തു കഴിഞ്ഞാൽ x2 എന്ത് കിട്ടും? 66,000. അതാണ് ഈ ഒരു പോയിന്റ് 66,000. ക്ലിയർ ആയല്ലോ? ഈ രണ്ട് പോയിന്റ്സ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ലൈൻ, ഈ ഒരു ഇക്വേഷൻ, അതായത് 3x1 പ്ലസ് x2 ഈക്വൽ ടു 66,000 കിട്ടും. ഓക്കെ, അപ്പൊ അത് ഫസ്റ്റ് വൺ കിട്ടിയല്ലോ. ഇനി അതുപോലെ നെക്സ്റ്റ് ഏതാണ്? x1 പ്ലസ് x2 ഈക്വൽ ടു 45,000. അത് ഈസി ആണല്ലോ, രണ്ടിനും കോഎഫിഷ്യൻസ് ഇല്ല. ഒരെണ്ണം 0 കൊടുത്താൽ അത് ആ ഒരു വാല്യൂ ആണ് റൈറ്റ് സൈഡിൽ. അപ്പൊ x1 0 കൊടുക്കുമ്പോൾ x2 45,000. അപ്പൊ 0, 45,000 45,000, 0. ഓക്കെ, അപ്പൊ അതാണ് ഈ രണ്ട് പോയിന്റ്സ്. ക്ലിയർ ആയല്ലോ? 0, 45,000, 45,000, 0. സി ഗ്രാഫിക്കലി ഞാൻ ഇപ്പോൾ ഇതിൽ കറക്റ്റ് ആ ഗ്രാഫിക്കൽ യൂണിറ്റ്സ് ഒന്നല്ല എടുത്തിരിക്കണത്. നിങ്ങൾ കറക്റ്റായിട്ട് ഗ്രാഫിക്കലി ചെയ്യുമ്പോൾ എക്സാക്ട് ആ പോയിന്റ്സ് കിട്ടും കേട്ടോ, വേരിയേഷൻസ് ഉണ്ടാവും. അപ്പം അത് മനസ്സിലാക്കുക. എക്സാക്ട്ലി ഇതേപോലെ എന്നല്ല ഞാൻ പറയുന്നത്, ഞാൻ ഗ്രാഫിക്കലി അല്ല പ്ലോട്ട് ചെയ്തിരിക്കണം. ഓൾമോസ്റ്റ് ഒരു റഫ് ആയിട്ടുള്ള ഒരു ഇത് വെച്ചിട്ടാണ് പ്ലോട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, കറക്റ്റ് നമുക്ക് കിട്ടണമെങ്കിൽ ആ ഗ്രാഫിക്കൽ പേപ്പറിൽ തന്നെ പ്ലോട്ട് ചെയ്യണം. അപ്പം ഈ രണ്ട് പോയിന്റ്സ് ഇതേപോലെ
കോർഡിനേറ്റ്സ് എല്ലാം നമുക്ക് ഇതുപോലെ ജോയിൻ ചെയ്തു, കറസ്പോണ്ടിങ് ലൈൻസ് എല്ലാം മാർക്ക് ചെയ്തു. ഇനി നമുക്ക് കൺസ്ട്രെയിൻസ് നോക്കിയിട്ട് ഫീസിബിൾ റീജിയൻ നോക്കാം. 3x1 plus x2 less than or equal to 66,000 ആണ് അല്ലെ. 3x1 plus x2 less than or equal to, അപ്പൊ ലെസ് ദാൻ ഓർ ഈക്വൽ ടു പറയുമ്പോൾ ഈ ഒരു ലൈൻ ആണ്. അപ്പൊ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്തായാലും ഫസ്റ്റ് ക്വാർട്ടർ മാത്രം നമ്മൾ എടുത്താൽ മതി. ഓക്കെ, ഇത്രയും വരും. നെക്സ്റ്റ് x1 plus x2 less than or equal to 45,000. ഓക്കെ, x1 plus x2 less than or equal to 45,000. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ആ ലൈനിന്റെ താഴെയുള്ള റീജിയൻ കേട്ടോ. ഇതെല്ലാത്തിനും കോമൺ ആയിട്ടുള്ള റീജിയൻ ഏതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. അപ്പൊ ഏതായിരിക്കും? രണ്ട് ലൈൻസിനും കോമൺ ആയിട്ടുള്ള ഫീസിബിൾ റീജിയൻ. ഇനി വേറൊരു കാര്യമുണ്ട്, ഈ രണ്ട് ലൈൻസിന്റെ മാത്രമല്ല ഇവിടെ കൺസ്ട്രെയിൻസ് ഉള്ളത്. ഇപ്പൊ ഈ രണ്ട് കൺസ്ട്രെയിൻസ് മാത്രമല്ലോ അല്ല, നമുക്ക് ഇനിയും കൺസ്ട്രെയിൻസ് ഉണ്ട്. x1 ലെസ് ദാൻ ഈക്വൽ ടു 20,000 x2 ലെസ് ദാൻ ഈക്വൽ ടു 40,000. നിങ്ങൾ അത് കൺസിഡർ ചെയ്യണം. ഓക്കെ, ഇതിനും കൂടി കോമൺ ആയിട്ടുള്ള ഫീസിബിൾ റീജിയൻ വേണം. അപ്പൊ ഈ x1 ഈക്വൽ ടു 20,000 ആണ് ഈ ഒരു ലൈൻ. x1 ഈക്വൽ ടു 20,000. ക്ലിയർ ആയല്ലോ? അതേപോലെ തന്നെ x2 ഈക്വൽ ടു 40,000. അതാണ് ഈ ഒരു ലൈൻ. ഓക്കെ, ഇനി ഇതിനെല്ലാത്തിനും ഇതും എന്താ പറയാ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ് തന്നിരിക്കണം. സോ ഈ ലൈനിന് ഉള്ളിലായിട്ടുള്ളത് ലെഫ്റ്റ് സൈഡ്, ഇതേപോലെ ഈ ഒരു ലൈനിന് താഴെ അല്ലെ. ഇതെല്ലാത്തിനും കോമൺ ആയിട്ട് വരുന്ന ഒരു റീജിയൻ, അതാണ് ഫീസിബിൾ റീജിയൻ. അത് ഏതായിരിക്കും വരിക? ഈ ഒരു റീജിയൻ ആണ് അല്ലെ. സോറി, ഇവിടെ മാർക്ക് ചെയ്തിട്ടില്ലേ ഒരു പോയിന്റ്സ്? ഇതാണ് റീജിയൻ വരും. ക്ലിയർ ആയല്ലോ? ഗ്രാഫിക്കലി ഒന്ന് കറക്റ്റ് ആയിട്ട് പ്ലോട്ട് ചെയ്ത് നോക്കൂ കേട്ടോ. ഇതേപോലെ കുറച്ചൊക്കെ ഗ്യാപ്പ് ഇതുപോലെ വരും. ഇത് ഡിയും സിയും ഓക്കെ, ഈ ഒരു പോയിന്റ് അല്ല. നിങ്ങൾക്ക് ഇപ്പോൾ ജസ്റ്റ് കോമൺ ആയിട്ട് കാണുമ്പോൾ സെയിം ഓൾമോസ്റ്റ് സിമിലർ ആണെന്നോ തോന്നും. അല്ല, ഡിഫറെന്റ് കോർണർ പോയിന്റ്സ് കിട്ടുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് ഫീസിബിൾ റീജിയൻ. ഇതെല്ലാത്തിനും കോമൺ. അപ്പൊ ശ്രദ്ധിക്കേണ്ടത് 4 ഇനീക്വാളിറ്റീസ് ഉണ്ട് ഇവിടെ. ഓക്കെ, ഇതുണ്ട് x1 x2 ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0, അപ്പോൾ പോസിറ്റീവ് മാത്രമാണ് കൺസിഡർ ചെയ്യണേ. പിന്നെ ഈ പറയുന്ന 4 ഇനീക്വാളിറ്റീസിനും കോമൺ ആയിട്ടുള്ള റീജിയൻ. ക്ലിയർ ആയല്ലോ? അപ്പൊ ഈ ഒരു ലൈൻ ഉണ്ടല്ലോ, അത് കണ്ടോ? ഇതിന് ലെസ് ദാൻ ഈക്വൽ ടു പറയുമ്പോൾ ഈ താഴത്തെ പോർഷൻ മാത്രമേ കൺസിഡർ ചെയ്യാൻ പാടുള്ളൂ. പിന്നെ അത് മാത്രമല്ല ഈ ലൈനിന്റെ ഉള്ളിലേക്കും കൺസിഡർ ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ എല്ലാത്തിനും കോമൺ ആയിട്ട് പറ്റുന്ന ഒരു റീജിയൻ ഇത് മാത്രമേ ഉള്ളൂ. അപ്പൊ ക്ലിയർ ആയല്ലോ? ഈ ഒരു പോർഷൻ എടുക്കാൻ പറ്റില്ല. എന്താ കാരണം? ഈ ചെറിയൊരു ട്രയാങ്കിൾ പോർഷൻ കാണിച്ചിട്ടില്ലേ, അത് എടുക്കാൻ പാടില്ല. കാരണം എന്താ? കാരണം ഇവിടെ ഒരു ലൈൻ ഉണ്ടല്ലോ, ഇവിടെ ഒരു കൺസ്ട്രെയിന്റ് ഉണ്ടല്ലോ. ഈ കൺസ്ട്രെയിനും കോമൺ ആയിട്ടുള്ള വേണ്ടേ? അത് ഇവിടെയല്ലേ. അതുകൊണ്ടാണ് ആ ഒരു പോർഷൻ എടുക്കാത്തത്. അപ്പൊ ഈ ഫീസിബിൾ റീജിയൻ സെലക്ട് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾക്ക് അത് കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ കോർണർ പോയിന്റ്സും എല്ലാം തെറ്റും. ഓക്കെ, ഇനി നമുക്ക് ഫീസിബിൾ റീജിയൻ. അപ്പൊ ഇവിടെ ഞാൻ ഇതേപോലെ എല്ലാം സോൾവ് ചെയ്ത് കാണിച്ചിട്ടില്ല, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ജസ്റ്റ് ഏതൊക്കെയാണ് ലൈൻ ഇക്വേഷൻ സോൾവ് ചെയ്യേണ്ടതെന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങളുടെ കൺവീനിയൻസിന് വേണ്ടിയിട്ട്. അപ്പൊ അതൊന്ന് സോൾവ് ചെയ്യുക, കോർഡിനേറ്റ്സ് ചെക്ക് ചെയ്യാം. അപ്പോൾ ഫീസിബിൾ റീജിയൻ നമുക്ക് ഇവിടെ കിട്ടിയത് ഇതേപോലെ എത്ര കോർണർ പോയിന്റ്സ് ഉണ്ട് ഇവിടെ? O A B C D E 6 പോയിന്റ്സ് ഉണ്ട് അല്ലെ. എത്ര പോയിന്റ്സ് ആണെങ്കിൽ വരാം. സോ ഓന് കറസ്പോണ്ടിങ് 0 0. അത് പിന്നെ അത് മാത്രമല്ല എയും നമുക്ക് അറിയാവുന്നതാണ് 20,000, 0. അടുത്തത് ബി. ഗ്രാഫ് നോക്കുക കേട്ടോ. ഗ്രാഫ് നോക്കിയിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് വേണം ഇത് വരയ്ക്കാൻ. ഇത് സോറി, ഈ ഇൻഫർമേഷൻ എഴുതാൻ. ബി എന്ന് പറയുന്നത് 20,000, 6,000. ഇത് കിട്ടുന്നത് അത് ഇന്റർസെക്ട് ചെയ്യുന്ന ലൈൻസ്, അതായത് 3x1 plus x2 equal to 66,000 ഉം x1 equal to 20,000 ഉം. ഇത് രണ്ടും സോൾവ് ചെയ്യാം. ഇതിപ്പോ എങ്ങനെ സോൾവ് ചെയ്യാം? x1 20,000 ആണ്, അതായത് x1 plus 0 x2 equal to 20,000 അല്ലെ. അതായത് x1ന്റെ കോഎഫിഷ്യന്റ് 1 ഉം x2ന്റെ 0 ആണ്. RHS 20,000. അതേപോലെ ഇവിടെ x1ന്റെ കോഎഫിഷ്യന്റ് 3, x2ന്റെ 1, RHS 66,000. അങ്ങനെ കൊടുത്താൽ മതി. ഓക്കെ, ഇപ്പൊ ഒരു വേരിയബിൾ ഉള്ളൂ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വേരിയബിളിന്റെ കോഎഫിഷ്യന്റ് 0 കൊടുത്താൽ മതി നിങ്ങൾ ഈ സോൾവ് ചെയ്യുമ്പോൾ കാൽക്കുലേറ്ററിൽ. ഓക്കെ, കറസ്പോണ്ടിങ് സിയും കിട്ടും 10,500, 34,500. അത് സോൾവ് ചെയ്യുന്നത് ഈ രണ്ട് ലൈൻസ്.
x1 plus x2 equal to 45,000 3x1 plus x2 equal to 66,000. Last one D, E already നമുക്കറിയാം 0,40,000 ആണ്. D എന്ന് പറയുന്നത് 5,000, 40,000. അത് സോൾവ് ചെയ്യുന്നത് ഈ രണ്ട് ലൈൻസ്. x1 plus x2 equal to 45,000 ഇവിടെ x2 equal to 40,000 ആണ്. അപ്പോൾ 0x1 plus 1 into x2 equal to 40,000. ഇങ്ങനെ കൊടുത്താൽ മതി ഇക്വേഷന്റെ അൺനോൺസ് ആയിട്ട്. ഓക്കെ, ഇനി ലാസ്റ്റ് വൺ നമ്മുടെ ഈ ടേബിൾ കോർണർ പോയിന്റ്സ് എല്ലാം എഴുതിയിട്ട് കറസ്പോണ്ടിങ് ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ച എല്ലാം കോർഡിനേറ്റ് പോയിന്റ്സ് അത് എഴുതാം. അതിന്റെ കറസ്പോണ്ടിങ് z പ്രോഫിറ്റ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ കാണാം. 8x1 plus 7x2 ഓരോന്നിനും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. x1 x2 ഈ ഫോമിൽ എടുക്കാം. ഓക്കെ, അപ്പൊ ഇതേപോലെ ഈ 1,60,000 കിട്ടുന്നത് എങ്ങനെയാ? 8x1 അതായത് 8 into 20,000 plus 7 into 0 അല്ല, അപ്പൊ 8 into 2 16 4 0, so 1,60,000. അങ്ങനെ ഓരോന്നിനെയും കണ്ടുപിടിക്കാം. ക്ലിയർ ആയല്ലോ? 8x1 plus 7x2 കണ്ടുപിടിക്കുക, കറസ്പോണ്ടിങ് പോയിന്റ്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അപ്പൊ അതിന്റെ കറസ്പോണ്ടിങ് z വാല്യൂ കിട്ടും. ക്ലിയർ ആയല്ലോ? ഇതെല്ലാം കമ്പയർ ചെയ്യാം. അതിൽ ഏറ്റവും മാക്സിമം പ്രോഫിറ്റ് വാല്യൂ ഏത് കറസ്പോണ്ടിങ് പോയിന്റിനാണ് കിട്ടണേ നോക്കാം. അതാണ് നമ്മുടെ ഓപ്റ്റിമൽ സൊല്യൂഷൻ. ഇപ്പൊ ഇവിടെ നോക്കിയാൽ അറിയാം, ഇതിൽ ഏറ്റവും മാക്സിമം വാല്യൂ ഒക്കർ ചെയ്യുന്നത്, ഓക്കെ മനസ്സിലായില്ലേ? 325,500 3,25,500 അല്ലെ? 3,25,500. അപ്പൊ ബാക്കിയെല്ലാം അതിനേക്കാളും കുറവാണ്. അപ്പൊ അതും ഒക്കർ ചെയ്യുന്ന പോയിന്റ് അതാണ് സി, ഓപ്റ്റിമൽ പോയിന്റ്. അപ്പൊ മാക്സിമം പ്രോഫിറ്റ് റുപ്പീസ് എമൗണ്ട് ഇത്രയാണ് 3,25,500 ആൻഡ് ഓപ്റ്റിമൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് x1 equal to 10,500 x2 equal to x1 equal to 10,500 x2 equal to 34,500. ക്ലിയർ ആയല്ലോ? ഇതാണ് ഓപ്റ്റിമൽ സൊല്യൂഷൻ.